വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സ്. വിറ്റോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സുസ്വാഗതം. ഇത് 2 ദിവസമായിട്ട് സുസ്വാഗതം. രണ്ടാഴ്ചയായിട്ട്. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറീസ് എന്താണ്? അതിനു മുന്നേ ഇതല്ലേ ആൾക്കാർ കാത്തിരുന്ന എപ്പിസോഡ് 4 പേര് ഒരുമിച്ച് വന്നു. ഇത് ക്യാമറ ആംഗിൾ കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ 4 പേരും ഒന്നിച്ച് കൈമുട്ടിക്കുകയാണ്. ഫിസ്റ്റ് ബംപ്. സോ നമ്മള് എനിക്കൊന്ന് 20 എപ്പിസോഡ് 30 എപ്പിസോഡ്സ് ആയി കാണല്ലേ ഒരുമിച്ച് വന്നിട്ട്. 4 പേരും കൂടെ ഒന്നിച്ച് വന്നിട്ട് 10-20 എപ്പിസോഡ് മുകളിലായിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന വിറ്റോക്സിന്റെ 7943 ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കാത്തിരുന്ന ഇതിൽ 1000-ഓളം സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ 4 പേര് ഒരുമിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? അവര് വിചാരിച്ചതിൽ താഴെ 6000 കഴിഞ്ഞ് വന്നവര് 6000 എപ്പിസോഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് വന്നവരെ ആർക്കും അറിയത്തില്ല. ഇവർ 4 പേരുള്ളതിൽ 4 പേര് ആരാ കറക്റ്റ്? ഇത് ഞങ്ങളുടെയാണ്. ഇതിലില്ല. ഈ 4 പേരാണ് ശരിക്കുള്ള വിറ്റ്. ഇതിന് വിറ്റോക്സ് ഒറിജിനൽസ്. ചില ആൾക്കാർ ഇപ്പൊ കമന്റ് അടിക്കാനായിട്ട് എളുപ്പം ഒരു വഴി കണ്ടേക്കണേ. ഈ എപ്പിസോഡിൽ ആരാണോ ഇല്ലാത്ത അവരെ മിസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാധനം പിടിക്കണു പരിപാടികള്. അതിനിടയിൽ ജെന്യുവൻ ആയിട്ടൊരു കമന്റ് ഉണ്ട്, ദിവന്മാർക്ക് ആർക്കും ഒരു പണിയില്ല, എന്നാലും 4 പേർക്കൂടെ ഒരുമിച്ച് വന്ന് തീരുന്നു കണ്ടു. അടിപൊളി കമന്റ് ആയിരുന്നു. കസേരയൊക്കെ ഇളകി തുടങ്ങിയാണ് ഇവര്. ഇനി ഈ എപ്പിസോഡിൽ കമന്റ് വരും, റിൻഷാദിനെ മിസ് ചെയ്യുന്നു. അൺസബ്സ്ക്രൈബ്. ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്യ ഒരു കാരണം നോക്കിയിരിക്കും അല്ലേ? നമ്മളാണെങ്കിൽ 1000 കാരണം കൊടുക്കും. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ജോജോക്സ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പറഞ്ഞു അതാണ് ധൈര്യമായിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത്. അതിനകത്ത് അനീസക്ക് ഇല്ലല്ലോ, അനീസക്ക് ഇല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന പറഞ്ഞ നടക്കുന്ന ആൾക്കാർ. അത് ദീപകില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഒരു സമയത്ത് മാധവ വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാർ ഭീഷണിപ്പെടുത്തും മാത്രം. ആരും അത് പറഞ്ഞില്ലായിരുന്നു. പൊക്കോട്ടെ എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലടാ, ജോനെ ഓൺലൈനിൽ പലയിടത്തും കാണാലോ. ഈ കുറ ചാനലിൽ തന്നെ നിർത്തിയ കാര്യം നമുക്ക് നിർത്തിയാ ആൾക്കാർ ഇത് തുടങ്ങിയായിരുന്നു. ജസ്റ്റ് ലിറ്റിൽ തിങ്സ് ജോണിന്റെ മറ്റു സാന്നിധ്യം ഉണ്ടല്ലോ ഓൺലൈനില്. ജോണിന് ഒരു 5-6 ചാനലുണ്ട്. ജസ്റ്റ് ലിറ്റിൽ തിങ്സ് ഉണ്ട്, ഫ്ലാഷ് ബാക്ക് സ്റ്റുഡിയോസ് ഉണ്ട്, ജോജോക്സ് ഉണ്ട്, മഴവിൽ മനോരമ. ഇതിൽ ആകെയുള്ള ജോജോക്സ് ആണ്. അതില് വീഡിയോ ഇടൂല ഇയാൾ. ഈ ബാക്കി ചെയ്യണ 4-5 ചാനലിന്റെ വീഡിയോ ഉണ്ട്, അതിലിട്ടിരുന്ന ആ ചാനൽ ഇപ്പൊ എവിടെ എത്തുമായിരുന്നു അല്ലേ? ഞാൻ അതിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ്സ് കീപ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടന്റ് ഇറക്കണല്ല, എന്നിട്ടാലും സ്റ്റാൻഡേർഡ് താഴെ പോലും കിഡിലും സാധനങ്ങൾ അതിൽ വരാൻ പോണത്. സോ നമ്മുടെ ഫോർ പ്ലേ കഴിഞ്ഞു, നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. സോ വെൽക്കം ടു അവർ സിബ്ലിംഗ് സ്റ്റോറീസ് എപ്പിസോഡ്. അപ്പൊ ഇന്ന് സിബ്ലിംഗ് സ്റ്റോറീസ് ആണ്. അതെ, സിബ്ലിംഗ് സ്റ്റോറീസ്. ഞാൻ പറയാം സിബ്ലിംഗ്സ് പറ. മഹാദേവൻ എനിക്കൊരു അനിയനെ പോലെയാണ്. അപ്പൊ ഇതൊരു ഫേക്ക് എപ്പിസോഡ്. അങ്ങനെയല്ല, ഇങ്ങനത്തെ സിബ്ലിംഗ്സ് അല്ല, ഒറിജിനൽ സിബ്ലിംഗ്സ്, സഹോദരൻ. ആരൊക്കെ ഉണ്ടെന്ന് നമ്മുടെ രക്തബന്ധത്തിലെ സഹോദരന്മാർ. എനിക്കൊരു ചേച്ചിയുണ്ട്. എനിക്കും ചേച്ചി. എനിക്ക് ചേട്ടൻ. ചേട്ടനുണ്ട്, അനിയനുണ്ടല്ലോ. ചേച്ചി അനിയത്തിയല്ലോ. അനിയത്തിയില്ല. ചേച്ചി അനിയത്തി വന്നത് ചേട്ടൻ അനിയൻ കല്യാണം കഴിച്ചപ്പോഴാണ് ചേച്ചി അനിയത്തി വന്നത്. അല്ലാതെ ചേട്ടനുണ്ട്. ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ട്. ചേച്ചിയുണ്ട്. അഖിലിന് ചേച്ചിയുണ്ട്. ജയിക്കോ? ചേച്ചിയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. ചേട്ടനും ചേച്ചി അനിയൻ അനിയത്തി എല്ലാം ആയില്ലേ? അനിയൻ ഇല്ലല്ലോ നമുക്ക്. എനിക്കുണ്ട് അല്ലെ, മൊത്തത്തിലെല്ലാം ആയില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഇതില് ഇവരെ പറ്റി പറയുമ്പോൾ സത്യം ബീങ് ആൻ അനിയൻ ഇസ് പ്രിവിലേജ് അല്ലേ? എന്തുകൊണ്ടാണ്? അതായത് മറ്റൊരു സ്റ്റാൻഡപ്പ് സെറ്റിൽ പറഞ്ഞ മൂത്ത മകൻ എന്ന് പറയുന്ന വീട്ടുകാരുടെ പരീക്ഷണമാണ്. അവര് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഭയങ്കര കുറച്ച് പരിപാടികൾ മാറ്റി അവർ പരീക്ഷിക്കും. അതെ, അതൊരു തകർന്ന പ്രൊജക്റ്റ്. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ നടുക്കഷ്ണം ആവുന്നതാണ് ഏറ്റവും പ്രിവിലേജ്. ചേട്ടനും അല്ല അനിയനും അല്ല, നടുക്ക് നിൽക്കുന്നതാണ്. നമ്മളെല്ലാരും ഭയങ്കര സന്തുഷ്ടരാണ് അല്ലേ? നമ്മുടെ പൊസിഷനിൽ നമ്മൾ ഹാപ്പിയാണ്. അല്ല, ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര ആദ്യത്തെ കുട്ടി ഒരു ഭയങ്കര അവർക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ വല്ലാത്ത ഭാരം. അതുകൊണ്ടല്ലേ നമ്മള് പറയുന്നത്. അവർ അനാവശ്യമായ കുറെ സാധനങ്ങൾ ഷോൾഡറിൽ വെച്ച് നടക്കണ. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എന്റെ വീട്ടില് എന്റെ ചേട്ടൻ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ബർഡൻ ഉണ്ടെന്ന്. അല്ല, നിങ്ങളുടെ ചേട്ടൻ അങ്ങനെ അത് വളർന്നു എന്ന് വെച്ചാൽ ഒരു ഇതിലെത്തിയിട്ടല്ല. അല്ല, നമ്മൾ കാണുമ്പോഴേ എനിക്ക് അങ്ങനെ, നീ അല്ലേടാ അവനെ കാണിച്ചു കൊടുക്കേണ്ടത് എന്നൊരു സാധനം. പുള്ളി ഒരു മോഡൽ ബോയ് ആയിരുന്നു, അതുകൊണ്ട് എന്നോട് പറയാം നീ അവനെ കണ്ടുപിടിക്കണം. അല്ല, പഠിത്തം പുള്ളി ഭയങ്കരയില്ലായിരുന്നു. അപ്പൊ മോഡൽ വോയിസിലായിരിക്കണം. അത് പുള്ളി മോഡൽ വോയിസിലായിരുന്നു പോലെ ഏകദേശം അങ്ങനെയായിരുന്നു.
ഒരു സമയം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാണെങ്കിൽ പഠിച്ച് നന്നാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ എന്നോട് പറയാൻ അവനെ കണ്ടു പഠിക്കടാ എന്ന് പറയുന്നില്ല. അവിടെ നീയല്ലേ അവന് കാണിച്ചു കൊടുക്കുന്ന പുള്ളിക്ക് തലവേദന ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് എല്ലാവരും അങ്ങനെ പറയുന്ന സാധനം നിങ്ങളതല്ലേ ഉദ്ദേശിച്ചത്? ആൾക്ക് പ്രഷർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പ്രഷർ ഉണ്ട് എന്നല്ല, വെറുതെ അനാവശ്യമായ ഒരു ഉത്തരവാദിത്തം ആളുടെ തലയിലുണ്ട്. എപ്പോഴും അവര് നമ്മളോട് എത്ര കെയറിംഗ് ആണോ നമ്മൾ തിരിച്ച് അത്ര കെയറിംഗ് അല്ല. ആക്ച്വലി അവര് കുറച്ച് റെസ്പോൺസിബിൾ ആണ് നമ്മളെ പറ്റി. ടെൻഷൻ ഉണ്ട് നമ്മളെ പറ്റി ആലോചിച്ച് ടെൻഷനുള്ള ആൾക്കാരാണ് മൂത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്ത് കാര്യം ചെയ്യാൻ പോണേലും എന്റെ ചേട്ടന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ആ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ട് അല്ലേ? ആ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ട്. അവര് നമ്മുടെ ഒരു പ്രൊട്ടക്ടർ പോലെ. പ്രൊട്ടക്ടർ അല്ലല്ലോ. നമ്മൾ ആ സാധനം എടുക്കുകയും ചെയ്യും. നമുക്ക് ചേട്ടനുണ്ട് എന്നുള്ളൊരു കംഫർട്ട് നമ്മൾ ആ സാധനം എപ്പോഴും എവിടെ ചെല്ലുമ്പോഴായാലും നമുക്ക് ചേച്ചീനെ പറ്റി നമ്മള് കെയറിങ് ആണ്. ചേച്ചിയുള്ളപ്പോ എനിക്ക് തോന്നുന്നു ഒരു ഏജ് കഴിയുമ്പോ പിന്നെ നമ്മളാവും. എനിക്ക് നമ്മൾ അറിയാതെ തരംതിരിഞ്ഞിരുന്നല്ലേ, സഹോദരങ്ങളുള്ളവനും സഹോദരികളുള്ളവരും അങ്ങനെ ആയല്ലേ. ടീം സഹോദരി ടീം സഹോദരൻ. അല്ല അപ്പൊ അങ്ങനെ അത് മാറാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രായം കഴിഞ്ഞ പിന്നെ നമ്മള് നീ വലിയ ഏട്ടനായിട്ട് മാറിയോ? ഞാൻ പാരന്റ്സുമായിട്ട് ക്ലോസ് നമ്മളാണ്. കാരണം ചേച്ചിയുടെ തന്നെ ഒരു ഫാമിലിയിലായില്ലേ. അതായത് ചേച്ചിയുടെ അത് നിന്റെ കല്യാണം കഴിഞ്ഞാൽ മാറിക്കോളും, നീ നിന്റെ ഫാമിലി ആകത്തില്ലേ. എന്നാലും പക്ഷെ പാരന്റ്സിന് എന്തെങ്കിലും ആദ്യം വിളിക്കുന്നത് തന്നെ ആയിരിക്കും. വേറൊരു പൊതുവെ പറച്ചിലുണ്ട്, ഒരു പെണ്ണുണ്ടെങ്കിൽ നല്ലത് അവസാന കാലത്ത് അവളെങ്കിലും നോക്കാൻ കാണും. അങ്ങനെ ഒരു സ്ഥിരം സ്റ്റീരിയോടൈപ്പ് പറച്ചിൽ കേട്ടിട്ടില്ലേ? ഒരു മൂത്ത കുട്ടി ഇപ്പൊ എന്റെ ചേച്ചി കറക്റ്റ് പാത്തി പോയി, ഡോക്ടറായി, കല്യാണം കഴിച്ചു, കുട്ടിയായി. അതുകൊണ്ട് എനിക്ക് ഇനി പേരക്കുട്ടി എന്നുള്ള ഒരു പാരന്റ്സിന്റെ ആഗ്രഹം ചേച്ചി നടത്തിക്കൊടുത്തോണ്ട് എനിക്ക് നടത്തി കൊടുക്കേണ്ട പ്രഷർ ഇല്ല. എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് അച്ഛന്റെ ഗോളായിട്ട് അത് കറക്റ്റ് ആണ്. അതെച്ചാ നമ്മളും ചെയ്യണമെന്നവർക്കുണ്ട്. പെട്ടെന്ന് നല്ല മൂത്ത കുട്ടിയൊക്കെ അങ്ങനത്തെ ഒരു സാധനമില്ലേ. അതായത് ഇളയവര് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. എനിക്കിപ്പം 27 വയസ്സായല്ലോ. വീട്ടില് കസിൻസ് ഒക്കെ വരുമ്പോ ചേച്ചിക്ക് കൊച്ചുമായി. അപ്പൊ നോക്കുമ്പോ മൊത്തത്തിൽ ആ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. ഇനി അതിനകത്ത് ഇടപെടാനൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ് കൊച്ചുമായി, അല്ല കല്യാണം കഴിഞ്ഞാൽ കൊച്ചില്ലെന്ന് ചോദിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. പറഞ്ഞിട്ടില്ലേ? ഇതിൽ പറഞ്ഞില്ലേ ചേച്ചിക്ക് കുട്ടി ഉണ്ടായി. മഞ്ഞുമഴക്കാലം അങ്ങനെ അമ്മാവൻ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന മഹാദേവൻ ശരിക്കും ഒരു അമ്മാവനായിരിക്കും. നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല, ചേച്ചി കളിയിലുള്ള പേടിയാണ്. പക്ഷെ കൊച്ചിനെ നോക്കണത് ഞാനാണ്. എല്ലാ മാമന്മാരും അങ്ങനെ. പക്ഷെ എനിക്ക് കറക്റ്റ് എനിക്കിപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഇങ്ങനെ അത് കുറച്ച് എന്റെ കൊച്ചായിട്ട് തന്നെ തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ ഫുൾ ടൈം ഞാൻ നമ്മുടെ വീട്ടിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. 4-5 വയസ്സിൽ അങ്ങനെ തോന്നും. അത് കഴിയുമ്പോൾ ഞാൻ താടിക്ക് തട്ടും. അത് കഴിഞ്ഞ് പൊക്കോളായിരിക്കും. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് ചൊറിഞ്ഞു വരണത്. കള്ളം പറയാൻ പഠിച്ചാലാണ് പിന്നെ അവരുടെ കൊടയും കേൾക്കണം. സ്നേഹിച്ചു പോയി എന്നുള്ളൊരു സാധനം പറഞ്ഞ. പക്ഷെ പെൺകുട്ടികൾ നല്ല രസമല്ലേ? എല്ലാ രസമാടാ 5 വയസ്സ് വരെ. അതെ, അത് കഴിഞ്ഞ ആ ഒരു പീരീഡിൽ ഇവരെ സഹിക്കാൻ കലവില വർത്താനം പറയുള്ളൂ. ആമ്പിള്ളേര് സുപ്പും നന്നൊക്കെ അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ സിബ്ലിങ്സ് ഞങ്ങൾ 3 ആണുങ്ങൾ എന്ന് പറയുന്നതിനൊപ്പം പറയേണ്ട ചേട്ടൻ അനിയനുള്ള കുട്ടികളെല്ലാം പെൺകുട്ടികളാണ്. വീട്ടിൽ പെൺകുട്ടികളില്ല എന്നത് അമ്മയ്ക്കൊരു ആ വേദന അങ്ങോട്ട് പെയ്തിറങ്ങി 4 പെൺകുഞ്ഞുങ്ങളുണ്ട് വീട്ടില്. അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികൾ ഇടിക്കത്തില്ല എന്ന് പറയണ്ട, നല്ല ഇടിയും. എന്നാലും പെൺകുട്ടികൾ കുറച്ചുകൂടെങ്കിലും പറഞ്ഞാൽ കേൾക്കും എന്നൊക്കെ തോന്നുന്നു. ഒരിക്കലും ഇല്ല. അതിപ്പോ നമ്മളിപ്പോ മൂത്തതും ഇളയതും പറയുന്നത് ചില ഫാമിലി ചിലപ്പം ഇളയ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ അനീസിക്കയുടെ അനിയനാണല്ലോ അനീസിക്കയുടെ കാട്ടി കൂടുതൽ റെസ്പോൺസിബിൾ. അല്ല, ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നുണ്ടാവില്ല. വലുതായിപ്പോ ഇതിനെ കൊണ്ട് പറ്റൂല എന്നുണ്ടപ്പോ അറിയില്ല വെച്ചൊഴിയണത് അത്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലടത്ത് ചിലപ്പം. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും പെൺകുട്ടികൾ കുറച്ചുകൂടെ ഒരു ആൺകുട്ടികൾ ഫുൾ എന്ത് പൊട്ടിക്കാം, എന്ത് ചവിട്ടാം, അടിക്കാം, ഭയങ്കര വികൃതികളാ. കുറച്ച് ഹൈപ്പറല്ല, ഹൈപ്പറാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് മറ്റേ നേരത്തെ നമുക്ക് ഇവർക്ക് മറ്റേ പേരക്കുട്ടിയെ കൊടുത്തു നമുക്ക് ആ പ്രഷറില്ലാന്ന് പറഞ്ഞു. അതിന്റെ വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ഈ കൊച്ചിന്റെ 28-നൊക്കെ ആയിട്ട് കസിൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും
കുറച്ച് വിശേഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ പോയിന്റ് ഇനി എന്നെ കല്യാണം കഴിപ്പിക്കണ്ട എന്നുള്ള സാധനം പറയും. അപ്പൊ ഞാനിങ്ങനെ കുഴപ്പമില്ല, അത് സംസാരിക്കണം, നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പൊ ഇങ്ങനെ അച്ഛൻ അവരോട് പറയുന്നു അവൻ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നുള്ളതാണ് അവൻ പറയണേ. എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എപ്പോഴോ പറഞ്ഞു പോയതാ. ഞാൻ പറയണ എല്ലാ കാര്യം സീരിയസ് ആയിട്ട് അത് സാധാരണ അത് ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് എത്തിക്കാൻ ഇച്ചിരി പാടാണല്ലോ, അതായത് സമ്മതിക്കൂലല്ലോ. പക്ഷെ അവരത് സമ്മതിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നം. ആണോ? ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് അതായത് അതായത് ഇപ്പൊ പെൺകുട്ടികളായാലും ആൺപിള്ളേരായാലും അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മതി എന്നുള്ള രീതിയിലേക്ക് എല്ലാ കാരണവന്മാരും. ചേച്ചിയുടെ കൊച്ചി ജനിച്ച് ഇങ്ങനെ എല്ലാ കസിൻസിനോടൊക്കെ വിളിച്ചു പറയും അച്ഛൻ പറഞ്ഞു പെങ്കൊച്ച എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയും കുഴപ്പമില്ല, ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ചുമ്മാ കഞ്ചാവ് അടിക്കാനോ അതിനൊന്നും പോകത്തില്ല, പെങ്കൊച്ച ലഹരിക്കൊന്നും പോകില്ലല്ലോ, ഇതാകുമ്പോ അടങ്ങി പെണ്ണാ നല്ലത്. അച്ഛൻ കൊച്ചി വന്നിട്ടില്ല അത് പറയുമ്പോ നമ്മളിങ്ങനെ കൊച്ചിയിലെ നമ്മുടെ പെൺ സുഹൃത്തുക്കളും നല്ലതാ. അതിലിപ്പോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ആൾക്കാർക്ക് ജെൻഡർ എന്താണെന്ന് പോലും വ്യത്യാസമില്ലാത്ത ആൾക്കാർ ആണാണോ പെണ്ണാണോ പെണ്ണാണോ ആണാണോ നമുക്കൊരു കൺഫ്യൂഷൻ. ഇത് മറ്റേ എൻ്റെ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു ഭയങ്കര പ്രോഗ്രസീവ് ഫ്രണ്ട്, ഭയങ്കര കാശുള്ള പ്രോഗ്രസീവ് ഫ്രണ്ട്, അവരുടെ കുട്ടിക്ക് ജെൻഡർ ന്യൂട്രൽ പേരാണ് ഇട്ട, ആശീന്ന താശീന്ന് എന്തോ ഇട്ട്. അപ്പൊ അതിന് വളർന്നിട്ട് തീരുമാനിക്കുക ആണാവണോ പെണ്ണാവണോ അങ്ങനെ എന്നുവെച്ചാ ഉണ്ട്. പക്ഷെ അങ്ങനെ അവര് ജെൻഡർ ന്യൂട്രൽ ഇത് എത്ര ഇഞ്ചിലാണെന്ന് പറയാം. ഇത് നമ്മളത് ഓവറാക്കിയല്ലേ. ഇത് ഡാഡിയുടെ ആണോ മമ്മിയുടെ? ഇതിനോട് ഭയങ്കര നമുക്ക് ആ സാധനം ഈ ടോപ്പിക് നമുക്ക് വലിയൊരു ശരിക്കും നമ്മളോട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യം അല്ല. പല തവണ നമ്മളോട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് LGBTQ, ജെൻഡർ ന്യൂട്രാലിറ്റി, ഈ പറയുന്ന സാധനത്തെ പറ്റി, ജെൻഡർ സ്റ്റീരിയോടൈപ്സിനെ പറ്റി ചെയ്യണം. നമുക്ക് ഒരു ദിവസം ചെയ്യാം, സീരിയസ് ആയിട്ട് സംസാരിക്കാൻ. ആൾക്കാർ ജെൻഡർ ന്യൂട്രൽ, റിലീജിയൻ ന്യൂട്രൽ, അതായത് നമ്മൾ പിള്ളേരെ ഒന്നും അടിച്ചേൽപ്പിക്കരുത്. റിലീജിയൻ പറയുന്നത് ഓക്കെ, ജെൻഡർ ന്യൂട്രൽ എന്നൊക്കെ പറയുന്നത് ഒരു ഫോമിൽ അങ്ങോട്ട് എഴുതി കൊടുത്തോണ്ട് ഇപ്പൊ ഇത്ര വലിയ മാറ്റമൊന്നും വരാൻ പോണില്ല. അല്ല, അതവർ എഴുതി കൊടുത്തു കാണും, അവർ പേരിട്ടത്, അതായത് കുട്ടിയെ ഇങ്ങനെയാണെന്നുള്ള പേരിടാതെ അവൻ വളർന്ന് അല്ല അവനോട് അവൾ, അവനോട് അവളോ അത്, അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അത് ഇത് പറഞ്ഞിട്ട് ചിരിക്കുമ്പോഴേ ആൾക്കാർ നമ്മളെ അവന്മാര് വരട്ടെ അടിക്കാന്ന്. എന്റെ മോനെ, നമുക്ക് തിരിച്ച് നമ്മുടെ കഥയിലേക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നും പതിവ് പോലെ ജെൻഡറിലേക്ക് പോയി. സിബ്ലിംഗ്സ് നമുക്ക് ഇത് സിബ്ലിംഗ് നമ്മുടെ നെഫ്യൂനെ നമ്മുടെ തന്നെ കുട്ടിയായിട്ട് തോന്നൂലേ? നമ്മുടെ തന്നെതായിട്ടൊരു ഓൾറെഡി ഒരു കുട്ടിയുള്ള ആളെ പറയാൻ പാടുള്ളൂ. അതായത് നിനക്ക് ആ കുട്ടി ഉണ്ടാകുമ്പോഴുള്ള ഫീലിങ്സും വേറെ, അതായത് പറയാൻ പാടില്ല. കാരണം അല്ല, അതാ ആൾക്കാർ എപ്പോഴും പറയുന്നത് ഇല്ല നീ അത് നിന്റെ കുട്ടി എന്നുള്ളൊരു അതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത് ഫുൾ ടൈം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളൊരു പ്രഷർ കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് എൻജോയ് ചെയ്യുന്നതിന്റെ കാര്യവും നിനക്ക് ആ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തോണ്ടാ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന് കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആ, സ്നേഹിച്ചാൽ മാത്രം മതി. മക്കള് എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും പേരൻസിനെ സംബന്ധിച്ചിടത്തോളം തലവേദന തന്നെയാണ്. ഞാനത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. 4 സ്റ്റേജിലായിട്ട് ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ സിബ്ലിങ്സ് അവര് നല്ല പ്രഷറിലും പെയിനിലുമാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. ഞാൻ പലയിടത്തും ഇവർ കുറെ നാൾ കഴിഞ്ഞ് കുട്ടിയുടെ അവകാശം, എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം 18 കൊല്ലത്തോളം, അറ്റ്ലീസ്റ്റ് 15 കൊല്ലമെങ്കിൽ അവർ ഈ പെയിൻ എടുത്താണ് വളർന്നത്. നമ്മളൊരു സാധനത്തിൽ 15 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓർക്കണം. ബിസിനസ് പോലെ തന്നെ ഇത്. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്കൊരു എൻ്റെ സാധനം എന്നൊരു തോന്നലുണ്ടാവും. അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. മാതാപിതാക്കളെ കുറിച്ച് തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. അയ്യോ ഞാനിങ്ങനെ വീട്ടുകാരുടെ കാര്യം അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര സംഭവം. ഇപ്പൊ ഇത് പറഞ്ഞാലും തന്തവൈഭാവം തോന്നുന്നു അല്ലേ? നമുക്ക് തന്തവൈവാണ്. ഞാനിപ്പോ എല്ലാവരുടെ സൗണ്ട് എടുത്താലും മാതിരി വിനയ് ഫോർട്ടിന്റെ സൗണ്ട് എനിക്ക് പക്ഷേ ഇതാ തോന്നുന്നു. അലിൻ ജോസ് അതാണ് ഇപ്പൊ തോന്നിയത്. അലിൻ ജോസ് മാരേജ് വിൽ ബി ഹാപ്പനിങ് മാർച്ച് ഏപ്രിൽ. അയ്യോ അന്നാ ക്ലിയർ ആക്കാം. നേരത്തെ പറഞ്ഞത് ജോസഫ് എന്നെക്കുട്ടി ജോസഫ്, ഈ പറഞ്ഞത് അലിൻ ജോസ് പെരേരയാണ്. എല്ലാം വരുമ്പോൾ വിനയ് ഫോർട്ടിന്റെ സൗണ്ട്. ദീപുവിന്റെ ചേച്ചി കല്യാണം കഴിച്ച സമയത്ത് ദീപുവിന് വിഷമം ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ സംഭവം നമുക്ക് ഭയങ്കര വൈറൽ റീൽ. എനിക്ക് പക്ഷേ ഞാൻ എന്റെ ചേട്ടന്റെ കല്യാണത്തിന്റെ ഉത്തരവാദിത്തമല്ല. ഇനി ഈ കേസിൽ വിഷമം തോന്നാറില്ല. കാരണം വീട്ടിൽ പോകുന്ന സൊസൈറ്റി ഇല്ലല്ലോ.
അവിടെ ഇത് വീട്ടിൽ നിന്ന് പോകാന്നൊരു കോൺസെപ്റ്റ് സൊസൈറ്റി കിടപ്പുണ്ട്. അതായത് വീട്ടിൽ നമ്മൾ ഇറക്കി വിടുക പെണ്ണിനെ. അപ്പൊ നിനക്ക് അങ്ങനെ വിഷമം ഉണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നു സിംഗിൾ ചൈൽഡ്, സിംഗിൾ ചൈൽഡ് ബെനിഫിറ്റ്സ് 10-30 ലക്ഷം അങ്ങനെ എന്റെ 30 ലക്ഷം. ഇല്ല എനിക്കാണെങ്കിൽ നമ്മുടെ അവിടെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അതായത് ചേച്ചി കുറെ നാളായിട്ട് മാറി ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്നു, ചേച്ചി ആ വീട്ടിലോട്ട് പോകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. ചേച്ചി ഇനി വേറൊരാളുമായിട്ട് ഇനി വേറൊരിടത്ത് താമസിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ മാറിപ്പോവുക അങ്ങനത്തെ ഒരു സാധനം ഇല്ലല്ലോ. അപ്പൊ എനിക്ക് വിഷമൊന്നുമില്ല, എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. എന്റെ ചേട്ടൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന ആള് കല്യാണം. എന്തുകൊണ്ടാണ് ഈ ആണുങ്ങൾ കൊച്ചിലെ കല്യാണം കഴിക്കൂല? നമ്മളും കൊച്ചിലെ കല്യാണം കഴിക്കൂല. ആ കൊച്ചിലെന്നല്ല, ഒരു 10-12 വയസ്സിലൊക്കെ മണ്ടത്തരം പൊട്ടത്തരം എന്ന് പറയുമ്പോൾ അനിയത്തിക്ക് എന്തുകൊണ്ട് ഇപ്പോഴും ആ പൊട്ടത്തരം പറയുന്നത്? കുറച്ച് കഴിഞ്ഞ ആൾക്കാർ എനിക്ക് കൊച്ചിലെ കല്യാണം കഴിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഈ പള്ളിയിൽ അച്ഛനാവണമെന്നായിരുന്നു ആഗ്രഹം. വളരെ ചെറുതിലിട്ടോ ഒരു ഈ കാര്യങ്ങളിലൊക്കെ അറിയണേന് ഇത് തമ്മിൽ അന്തർധാര വ്യത്യാസം കുറെ കഴിഞ്ഞ ആൾക്കാർ പറയുന്നത് എനിക്ക് അങ്ങനെ എല്ലാരും പറയുന്നില്ല. ഒരു 4-5 വയസ്സുള്ളപ്പോ എനിക്ക് സന്യാസം എളുപ്പമായിരുന്നു. 10-12 വയസ്സായപ്പോ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേര് പറയുന്നത് അവർക്ക് മാരേജിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, അത് മാരേജിൽ കൂടെ മാത്രമല്ല കിട്ടുന്നത്. സത്യം. പണ്ടത്തെ പോലെ സ്ത്രീയെ നോക്കുന്നതിനെ കൂടെ നടക്കുന്നതിനൊന്നും പ്രശ്നമില്ലാതായി മാറി. ഒരുമിച്ച് താമസിക്കാം, സെക്സ് ചെയ്യാം, പുറത്ത് കൊണ്ടുപോയി കറങ്ങാം, ട്രാവൽ ചെയ്യാം ഒരുമിച്ച്. അതായത് അവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ ആരും ചോദിക്കത്തില്ല. കപ്പിൾ ഫ്രണ്ട്ലി ഹോട്ടൽസ്, ആൾക്കാർ നീ ഒരു പെണ്ണിനോടാണോ പോയത് എന്ന് ചോദിക്കാത്ത സിറ്റുവേഷൻ ഉള്ളത്. ഇതൊക്കെ ശരിക്കും കല്യാണത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പറയാത്തത്. അല്ലാതെ ആൾക്കാർ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത് പണ്ടത്തെ ഈ ആദ്യ സമയത്തുള്ളൊരു പണ്ടൊരു നമുക്ക് പെണ്ണുങ്ങളോടൊരു ദേഷ്യമുള്ള ഒരു ഏജ്, എല്ലായിടത്തും ദേഷ്യമുള്ള ഒരു ഏജ് ഉണ്ട്. കിട്ടാത്തോണ്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നമുക്ക് 11-12 വയസ്സിൽ ലോകത്തോട് തന്നെ ഒരു ദേഷ്യമുണ്ട്. എനിക്കൊരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. 11-12 പ്രായത്തിൽ ടീനേജ് ആ ഒരു പ്രായത്തിൽ വരുമ്പോ നമുക്കൊരു ദേഷ്യം വരും. അപ്പൊ നമുക്ക് ഈ പെണ്ണുങ്ങളും നമ്മൾ സ്ഥിരം ഫൈറ്റ് ചെയ്യും പെൺകുട്ടികൾ, വഴക്കുണ്ടാക്കുന്ന ഒരു പരിധിയുണ്ട്. പക്ഷെ അത് വഴക്കുണ്ടാക്കി ഇഷ്ടത്തിലാവുന്ന ഒരു മോഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഋഷ്യശൃംഖനായിരുന്നു, പെണ്ണുകളെ കണ്ടിട്ടില്ല. ഞാൻ ആ പ്രായത്തിൽ മോഡൽ ഞാൻ ക്ലാസ്സിലെ കുട്ടികളായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ടീനേജ് സമയത്ത് കുട്ടികളായിട്ട്. പക്ഷെ വഴക്കുണ്ടാക്കി ഇഷ്ടപ്പെടുന്ന ഒരു മോഡലായിരുന്നു. അതായത് നമ്മൾ വഴക്കുണ്ടാക്കി ഇഷ്ടപ്പെടുന്നതല്ലേ, വെറുത്ത് ഒടുവിൽ പറഞ്ഞ കുട്ടിശങ്കരനെ, മാധവന്റെ അത് തന്നെ ആ മോഡായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. വഴക്കുണ്ടാക്കി നമ്മൾ ഇഷ്ടത്തിലാവുന്ന ഒരു മോഡാണ്. ഇല്ല, നമ്മള് 2-3 ആണുങ്ങൾ പറയും നമ്മള് ഈ ഗ്രൂപ്പ് നമ്മൾ ജീവിതത്തിൽ കല്യാണം കഴിക്കൂല. അതുകൊണ്ടായിരുന്നു എനിക്ക് റീസെന്റ് വരെ ഞാനും അർഷദും ഇവരും ഒക്കെ കൂടെ 40 വയസ്സിൽ നമ്മളുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്തിനു കല്യാണം കഴിക്കണം. ഈ കാര്യത്തിൽ ആരും വിശ്വസിക്കരുത്. ഞാനൊരുത്തന്നെ ചതിച്ച്, എന്റെ കൂട്ടുകാരൻ എന്നെ ചതിച്ച്, ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരും വാക്ക് വിശ്വസിച്ചിരിക്കണം. ബെഞ്ചിത്തോടെ മുമ്പിൽ തെറ്റിരിക്കും. ഞാനും എന്റെ കസിൻസും കൂടെ, നമ്മള് 3 കസിൻസ്, നമ്മൾ 3 പേരും ഇങ്ങനെ നമ്മൾ കല്യാണം കഴിക്കൂല, നമ്മളൊരു ബാച്ചിലർ ഗ്രൂപ്പാണെന്നുള്ള ലെവലിൽ നമ്മൾ പണ്ട് 11ാമത്തെ വയസ്സിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അവന്റെ 1ാമത്തെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എന്റെ കസിൻ ബ്രദർ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഒരുമിച്ച് നമ്മൾ നടത്താം, അതായത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരിടത്തുനിന്ന് കെട്ടണം, ഒരു പന്തൽ, അങ്ങനെ നമ്മൾ പറയാതെ കുഞ്ഞിനെ. അവന് കിട്ടി 3 പിള്ളേരെ. കല്യാണം എന്റെ ബ്രദറിന്റെ അനിയന്റെയും കല്യാണത്തിന് അവരാരും കല്യാണം കഴിക്കത്തില്ല എന്നൊരു സാധനം വീട്ടിലില്ലായിരുന്നു. ഞാൻ മാത്രമുള്ളായിരുന്നു. അങ്ങോട്ട് ഈ ബ്രദറിനെ ഒന്നും കൺവിൻസ് ചെയ്യേണ്ട കാര്യം പോലും പുള്ളി ഈ ഒരു പ്രായത്തിൽ കല്യാണം ചേട്ടന്റെ കേസിൽ 26 തൊട്ട് പുള്ളി MBBS കഴിഞ്ഞ സമയത്ത് തൊട്ട് ശക്തമായിട്ട് ആലോചനകൾ വരുന്നുണ്ടായിരുന്നു. പുള്ളി MD കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതുകൊണ്ട് പുള്ളി ആദ്യം പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ, അതായത് MBBS കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ പുള്ളി പറഞ്ഞു ഞാൻ MD കോച്ചിങ്ങിന് പോവാം, അത് കഴിഞ്ഞ് കല്യാണം ആലോചിക്കുക, എനിക്ക് വേണം, എനിക്കതല്ല. 1 വർഷം വീട്ടുകാർ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ പ്രഷർ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടില്ല, ഈ പുള്ളി കിട്ടത്തില്ല, ഭയങ്കര മിടുക്കുള്ളവർക്ക് കിട്ടത്തുള്ളൂ, എത്ര എഴുതിയാലും കിട്ടത്തില്ല എന്നൊരു സെറ്റപ്പ് പോലെ. കാരണം പുള്ളി എത്ര തവണ എഴുതിയെന്നറിയാമോ? പുള്ളി എത്ര തവണ എഴുതിയെന്ന് വെച്ചാൽ എണ്ണയില്ല. പുള്ളി കഴിഞ്ഞ വർഷമാണ് MD, പുള്ളിക്ക് 39 വയസ്സുണ്ട്, കഴിഞ്ഞ വർഷം പുള്ളി MD ക്ലിയർ ചെയ്തത്, എന്നുവെച്ചാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ജോലി കയറിയിട്ട് 1 വർഷമാകുന്നു. ഇപ്പോൾ 1 വർഷത്തിന് മുന്നെയാണ് പുള്ളി പാസ്സായത്. ഇപ്പോൾ ഓർത്തോണം 26, 37 അല്ല 34ാമത്തെ വയസ്സിലെന്തോ പുള്ളി ക്ലിയർ
പുള്ളി എണ്ണ അറ്റൻഡ് ചെയ്ത് എനിക്കറിയത്തില്ല. പുള്ളി ആ ഗ്യാപ്പിലാണ്, അത്രയും ഗ്യാപ്പിലാണ് പുള്ളിക്ക് MD അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ പുള്ളി 26 കഴിഞ്ഞപ്പോഴത്തേക്ക് 27 കഴിഞ്ഞ് എല്ലാവരും വന്ന് ആ കെട്ടുന്നത്. പുള്ളി വന്ന് എനിക്ക് സമയം 1 വർഷം സമയം വേണം. 1 വർഷം എല്ലാവരും വിട്ടു, കിട്ടിയില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ. അപ്പോൾ വീട്ടിൽ പ്രശ്നം തുടങ്ങി. ഇനി 2 പേര് താഴെയില്ലേ കെട്ടിക്കുന്നത്. അപ്പോഴേ ഞാൻ എന്ത് 2 പേര് അതവിടെ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കല്യാണം 2 വയസ്സിന്റെ വ്യത്യാസം. അല്ല പുള്ളി എത്ര വയസ്സ് കെട്ടിയെന്നിട്ട്? പുള്ളി 30 കെട്ടിയത്. പുള്ളി പിന്നെ 2 വർഷം പിടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് കല്യാണം അപ്പം വരുന്നുണ്ട്. അപ്പം വീട്ടുകാർ നിന്ന് അവന് കല്യാണം വരുന്നു, ഇവനെ കെട്ടിക്കണ്ടേ, നീ പിന്നെ എന്ത് MD? ഞാനത് ബിടെക് കഴിഞ്ഞ് ചുമ്മാ ഒരു കാര്യമില്ലാതെ ഇറങ്ങി നടക്കുകയാണേ. കാര്യവട്ടത്തിലൊക്കെ അവാർഡും ഞാൻ കാര്യവട്ടത്ത് ബിസിനസ്, ടെക്നിക്കലി സ്പീക്കിംഗ് ഐ വാസ് ഏണിങ്. എന്റെ സർക്കാർ ജോലിയൊക്കെ കൂടെ ഏണിങ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിക്കാരോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് ഒരു തവണ. ഇക്കടെ പ്ലാൻ എന്താ ശരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഡബിൾ മൈൻഡ് നിൽക്കും, കെട്ടണ്ടേ. അപ്പോൾ ഞങ്ങൾ ഒരു സംസം ഹോട്ടലിൽ പോയി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് എക്സ്ട്രാ വരുമാനമുണ്ട്. പഠിക്കുന്ന സമയത്ത് പുള്ളി GPG, അത് പറയാൻ പാടില്ല, സത്യത്തിൽ എല്ലാവരും ചെയ്യുന്ന ജനറൽ പ്രാക്ടീസ്. പക്ഷെ പഠിക്കുന്ന സമയത്ത് പോകാൻ പാടില്ല. പുള്ളി GPO, പുള്ളിക്ക് നല്ല പൈസ കിട്ടും. ആ സമയത്ത് നമുക്കത് വലിയ എമൗണ്ടാണ്. ഇപ്പൊ ഡോക്ടറിന്റെ സാലറി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിലും അപ്പോൾ പഠിക്കുന്ന സ്റ്റുഡന്റിന് ഒരു ദിവസം 4000 രൂപ എന്നൊക്കെ പറയും, ഒരു ദിവസം 3000-4000 ഒക്കെ. അപ്പോൾ പുള്ളിയൊക്കെ 24 hours ഒക്കെ പോയി അടിപ്പിച്ചെടുത്ത് കളയും. അങ്ങനെ പൈസ കിട്ടും. പുള്ളി എന്നെ വിളിച്ച് ട്രീറ്റ് ചെയ്യും. ഞങ്ങൾ 2 തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഞാനിത് സ്ട്രഗിളിംഗ് ആണെന്ന് പുള്ളിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പാസ്സായിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ അല്ല, എനിക്ക് അന്ന് 2 ഹോസ്റ്റലുണ്ട്. ഞാൻ ഫസ്റ്റ് സർക്കാർ ജോലി കയറി എൻ്റെ ഫസ്റ്റ് മന്ത് സാലറിയേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഏണിങ്സ് ഉള്ള സമയത്ത് എനിക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ എന്നെ വിളിച്ച് പുള്ളിയെ ട്രീറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇക്കടെ പ്ലാൻ എന്തായിരിക്കും, കല്യാണം കഴിക്കാൻ വേണം. അപ്പോൾ കുറേ കൂട്ടുകാരികളുള്ള 1-2 പേരുടെ പേരൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചാൽ അങ്ങനത്തെ നോക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പറയണം, ഞാൻ അവരൊക്കെ നോക്കുന്നുണ്ട്. ആ ചേച്ചി കൊള്ളാം. അപ്പോൾ ഞാൻ അതൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ പുള്ളി കൂടെ അതൊക്കെ ഫ്രണ്ട്സാടാ, അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ല. അങ്ങനെയൊക്കെ പറ്റുമോ? പുള്ളി ജോണിന്റെ ലൈനാണെന്ന് എനിക്ക് ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്കിത് കിട്ടണമെന്നുണ്ട്, ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇത് നിന്നാലേ കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല ഇത്. അപ്പോൾ നിർബന്ധിക്കേണ്ട, എൻ്റെ പ്ലാൻ ഇപ്പം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിലത് കൺവിൻസ് ചെയ്തു. വീട്ടുകാരപ്പോൾ എന്നോട് പറയില്ലടാ എന്താ അങ്ങനെയെന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇപ്പം വേണ്ട, 1 വർഷം കൂടെ ആൾക്കാർ നോക്കി. എന്നിട്ട് നിന്റെ വീട്ടുകാർ ഇപ്പൊ മുത്തശ്ശി എന്റെ അമ്മൂമ്മ എന്നെയാണ് വിളിക്കണത് അനീസിനെ കെട്ടിക്കണ കാര്യം പറയാൻ വേണ്ടിട്ട്. ഞാൻ ഒരു പ്രാവശ്യം വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ചിലപ്പോ ആ ഒരു ഓളത്തിൽ പറഞ്ഞായിരിക്കും. 2ാം പ്രാവശ്യം അനീസിനെ വിളിച്ചപ്പോ ഉമ്മൂമ്മന്നല്ലേ ജോൺ ഉണ്ടോ അവിടെ, ജോൺ ഉണ്ടോ അവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഫോൺ കൊടുത്തേന്ന് അല്ല നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അല്ല നമ്മുടെ അനീസിനെ പെണ്ണ് കെട്ടിക്കണ കാര്യം. ഞാനത് ട്രൈ ചെയ്തു, നമുക്ക് അവന്റെ ഇഷ്ടത്തിന് വിടായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ വീട്ടുകാർ എൻ്റെ അടുത്ത് നിർബന്ധിക്കാൻ തുടങ്ങി, ചേട്ടനെ നിർബന്ധിക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പുള്ളിക്ക് സമയം കൊടുക്കുക, എഴുതിട്ട് എക്സാം എഴുതിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ ആ സമയത്ത് നാട്ടിൽ എൻ്റെ അനിയൻ സ്വന്തമായിട്ട് ലൈനൊക്കെ ഉണ്ടാക്കി വീട്ടിൽ അനൗൺസ് ചെയ്ത് ആകെ കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുക. അപ്പം അച്ഛനൊരിത്തിരി അത് സ്വന്തമായിട്ട് നോക്കുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ എന്നുള്ള മോഡാണ്. അമ്മയ്ക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള മോഡാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ മേളിൽ കല്യാണം കഴിഞ്ഞില്ല, താഴെ വരെ കല്യാണം സെറ്റായി നിൽക്കുക. ഇക്ക കുറേ സ്ട്രഗിൾ ചെയ്തു. ആ സമയത്ത് എല്ലാവരും പ്രഷർ ചെയ്യാൻ തുടങ്ങി. 2 വർഷം എഴുതി കിട്ടാതിപ്പോൾ എല്ലാവരും എടാ കിട്ടും, എപ്പോഴേലും കിട്ടും, നിനക്ക് കിട്ടിയില്ലെങ്കിലും എന്നൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ നീ കെട്ടത്തില്ല എന്നൊക്കെ. അപ്പോൾ അത് പുള്ളിക്ക് ഒഫറ്റായി, പുള്ളിക്ക് അപ്പോൾ വാശിയായി. 2 വർഷം പുള്ളി സ്ട്രഗിൾ ചെയ്ത് നോക്കി. പിന്നെ പുള്ളിക്ക് മനസ്സിലായി ഇത് എഴുതി കിട്ടിയിട്ട് ഇനി ചിലപ്പോൾ ഇനി നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ജോലി ചെയ്തതിൻ്റെ സമയത്ത് നമ്മൾ പെണ്ണ് ഓക്കെ രജിസ്റ്റർ ചെയ്യും, മാട്രിമോണി രജിസ്റ്റർ ചെയ്യുന്നത് ഡോക്ടറിനെ തന്നെ നോക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായി പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന മനസ്സിലാകുന്ന ആരെങ്കിലും വേണമെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇങ്ങനെ മതി ചേട്ടാ എഴുതിയത് ജോലിക്ക് പോകുന്നു പറയുമെന്ന്. ഡോക്ടറിനെ നോക്കി നമ്മൾ പോയി പെണ്ണ് കണ്ടു. ഞങ്ങളെല്ലാവരും കൂടെ പോയി പെണ്ണ് കണ്ട് കോട്ടയത്തിൽ പെണ്ണ് കണ്ട് സെറ്റായി. അത് കല്യാണം അല്ല 3 കണ്ടു. 3ാമത്തെ 4ാമത്തെ സെറ്റായി, കണ്ട് ഇഷ്ടപ്പെട്ടു. അത് നടന്നു. അത് നടന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു അവൻ്റെ അങ്ങ് നടത്തിക്കോളാം പറഞ്ഞു, അബുവിനെ നടത്തിക്കോളാം. ഇക്കാടെ നടത്തി തൊട്ടടുത്ത വർഷം തന്നെ അബുവിൻ്റെ ഞാൻ ഭയങ്കര വഴക്കായിരുന്നു വീട്ടിൽ. ഞാൻ കെട്ടിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റത്തില്ല, ഞാൻ അഥവാ കെട്ടിയില്ലെങ്കിൽ അവനെ നിങ്ങൾ കെട്ടാൻ നിർത്തുമോ, ഞാൻ ഭയങ്കര വഴക്കുണ്ടാക്കിയിട്ട്. നിങ്ങൾ ഇതുവരെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കെട്ടാൻ പ്ലാൻ ഇല്ല? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ആദ്യം പറഞ്ഞത് ഞാൻ അബുവിന്റെ കല്യാണം നടത്തണ്ട എന്നത്താ പറഞ്ഞു, നിന്റെ നടത്തിയിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചില്ല, നിങ്ങൾ എന്തോ ചോദിച്ചു. ഒരു രാത്രി ഞാനും അത്തായിരുന്നു നല്ലൊരു വഴക്കുണ്ടാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫാദറിനെ അത്താന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞങ്ങൾ ചില സമയത്ത് അങ്ങനെ റേസായി സംസാരിക്കാറുണ്ട്. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എന്നാൽ നീയും കെട്ടണ്ട അവനും കെട്ടണ്ട, ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ ജീവനുണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. ആ പുള്ളിക്ക് പേടിയായി ഞാൻ കെട്ടാതിരിക്കുമെന്ന്.
പിന്നെ ഞാൻ ഇത്തിരി നൈസായിട്ട് വെച്ചപ്പോൾ ഞാൻ 4-5 വർഷം കഴിഞ്ഞാലും കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഇവനെ നിർത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണ് നമുക്ക് നടത്തി കൊടുക്കാം. അവന് ഇഷ്ടമാണെന്ന് പറയുന്നത് റിലീജിയനും പ്രശ്നം. ഇവനാണെങ്കിൽ MDA പോണെന്ന് പറയാനും പറ്റില്ല. ഞാൻ ബിടെക് പാസ്സാണെന്ന് ഞാൻ ബിടെക് പാസ് ആയിട്ടില്ല, അവന്റെ MD പിന്നെയും കിട്ടും. എനിക്കൊരു പ്രതീക്ഷയില്ല. യൂണിവേഴ്സിറ്റി സിലബസ് നിർത്തിയാലും. അങ്ങനെ തൊട്ടടുത്ത വർഷം 2017 അബുവിനെ കെട്ടിച്ചു. അവരെത്ര കാലത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു? അവരൊരു 4 അല്ലെങ്കിൽ 3 വർഷം, 3-4 വർഷം. അതിൽ നിങ്ങളുടെ ആദ്യം പറഞ്ഞിരുന്നത് ഇങ്ങനത്തെ അബു എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല എന്നെ കാണിച്ചു, അവൻ ഇടയ്ക്ക് അവളെ കൊണ്ടുവന്നിട്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ളപ്പോൾ ഒരു വഴിയിൽ നിർത്തി അവളെ കാണിച്ചു, അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ്. പുള്ളിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള മൈൻഡ് ആയിട്ടാണ് പുള്ളി റിലേഷൻഷിപ്പിലോട്ട് തുടങ്ങുമ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ. അവസാനമൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഇത് അപ്പൊ രണ്ടുപേർക്കും കല്യാണം കഴിക്കണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും വേണ്ടാന്നൊരു സാധനം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടില് ഞങ്ങളുടെ കല്യാണം ഭയങ്കര ധാംധൂമായിട്ട് അങ്ങനെയല്ല നടത്തിയത്, വളരെ ലൈറ്റായിട്ട്. ഇപ്പോഴും പരാതി ഉണ്ടായിരുന്നു, ആരെയും അധികം വിളിക്കാതെ വീട്ടിലെ ക്ലോസ് റിലേറ്റീവ്സ്, അതായത് അത്താടെ അമ്മയുടെയും സിബ്ലിങ്സ്, ഞങ്ങളുടെ സിബ്ലിങ്സും അത്താടെ അമ്മയുടെ സിബ്ലിങ്സും മാത്രമായിരുന്നു സത്യത്തിൽ അതിന്റെ ആവശ്യമുള്ളൂ. അപ്പം ഭയങ്കര പരാതി, നിങ്ങൾ കല്യാണം വീട്ടുകാരെ നാട്ടുകാരെ അറിയിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് 50 പേരുടെ കല്യാണമായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത്. പക്ഷെ അവരുടെ ഭാഗത്തും കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവരും വിളിക്കുന്നത് നമുക്ക് ഓക്കെയാണ്, നമ്മൾ ഇത്രേ ഉള്ളൂ, അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അനീസ് കടത്ത നമ്മൾ നടത്തുന്നുണ്ട് ഗവർണർ ഗ്രാൻഡ് ആയിട്ട് അനീസിന്റെ എല്ലാരും അത് വിശ്വസിച്ചിരിക്കും. ഹയാത്തില് എന്നെ കാണുമ്പോൾ ആൾക്കാർ പിന്നെ പറയുന്നുണ്ടോ നിന്റെയെങ്കിലും എന്നെ വിളിക്കാൻ ശരിയാക്കി തരാം, എന്റെ തന്തയ്ക്ക് വിളിച്ചാൽ മതി. അങ്ങനെ 2017 വീട്ടിലെ കല്യാണ പരിപാടികൾ കല്യാണ പരിപാടി സെറ്റായി. ആൻഡ് മരുമക്കൾ 2 പേര് വന്നതും അമ്മായിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മായിക്ക് പെൺകുട്ടികളില്ലെന്നുള്ള സാധനം മരുമക്കളുടെ കേസിൽ ഓക്കെ. അപ്പോൾ വീട്ടിലൊരു പ്രോപ്പർ ജോയിന്റ് ഫാമിലി സെറ്റപ്പായി 2017. അതായത് നിങ്ങളുടെ 2 സിബ്ലിങ്സിനും പണ്ടേ ക്ലാരിറ്റി ഉണ്ട്, കുടുംബം വേണം. കുറെ നേരം നീ തന്നെ ചോദിക്കുന്നത്. അനീസിക്ക് എങ്ങനെയാണ് ആ പാതയിൽ നിന്ന് മാറിപ്പോയത്? എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, കുടുംബത്തിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത്. ഒരു കുടുംബം പേഴ്സണലി ഒരു കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പൊ നിങ്ങൾ ഒറ്റക്കുട്ടിയായിരുന്നെങ്കിൽ ഈ ഒരു തീരുമാനം അതെനിക്ക് അറിയത്തില്ല, നമ്മളത് ബാധിക്കുമോ. കാരണം പേരൻസിന്റെ, അതായത് എനിക്ക് നല്ല അനാവശ്യമായ സിറ്റുവേഷനുകൾ പ്രഷർ ജനിച്ചില്ലായിരുന്നെങ്കിൽ കല്യാണം കഴിക്കുമായിരുന്നു. പേരൻസിന്റെ പ്രഷർ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു, ഉണ്ടായിരുന്നു ഇപ്പോഴും. പക്ഷെ അന്ന് ഈ പറയുന്ന സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആ വിഹിതത്തിന് പോകുന്നൊരു തെണ്ടിയായിരുന്നു. പേരൻസിന് കുഴപ്പമില്ല, കുറെയൊക്കെ അവർക്ക് കുറെ കാര്യങ്ങൾ അതൊക്കെ അങ്ങനെയല്ലേ സൊസൈറ്റി നാട്ടുനടപ്പ്. അമ്മ ചെളി കാണുമ്പോ ചോട്ട് വെള്ളം കാണുമ്പോൾ കഴിയും എന്നൊക്കെ വിചാരിച്ചു പോനെ. ഇതൊക്കെയാണ് അത് കൂടുതൽ പറ്റാത്തത്. കല്യാണം കഴിക്കാൻ നിൽക്കുന്നതാണ് ഒട്ടും പറ്റാത്തത്. പിന്നെ എന്റെയും ഇപ്പൊ വീട്ടുകാര് സെറ്റാണോ കല്യാണം വേണ്ടെന്നുള്ള? അവര് മടുത്ത് പറഞ്ഞു ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇപ്പൊ ആ സംഭവം മിസ് ചെയ്യണില്ല. ഒന്ന് വീട് നിറച്ച ആൾക്കാര് നിന്റെ ഇടയിൽ ഇപ്പൊ കല്യാണം കഴിക്കാത്തവരെ ഇടയ്ക്ക് ഓർക്കണല്ലോ. അത് തന്നെ അവർക്ക് ടെൻഷനാണ് സത്യത്തിൽ. 4 പിള്ളേർ നോക്കുന്നത് എല്ലാവരും റെസ്പോൺസിബിലിറ്റിയാണ്. 4 പിള്ളേർ, അതായത് ഈ 4 കുട്ടികൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ല. ഏറ്റവും മൂത്തത് ഏറ്റവും ഇളയും തമ്മിൽ അത് 5-6 വയസ്സിനകത്ത് 4 കുട്ടികളാണ്. പിന്നെ ഇവരുടെ ആ ഫാമിലി ജോയിന്റ് ഫാമിലി സെറ്റപ്പിൽ തന്നെ പോണേ അല്ലേ? അതിന്റെ ഇടയിൽ 4 കുട്ടികളും വീട്ടിൽ തന്നെ എല്ലാവരും അവിടെ ഉണ്ട്. ചേട്ടൻ മാത്രമാണ്, ചേട്ടൻ ഞാനും മാത്രമേ പുറത്ത് പോകുന്നത്. അതായത് ചേട്ടൻ, ഞാൻ കൊച്ചിക്ക് പരിപാടി വരുന്നത്, ചേട്ടൻ വർക്ക് ചെയ്യുന്ന പെരിന്തൽമണ്ണയില്ല. അപ്പൊ ചേട്ടനാണ് വിസിറ്റർ. ശരി, അപ്പൊ വീട്ടുകാരാലേക്കും ഇത് വഴി കിടന്ന് ചാവുന്നില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. പ്രധാന സംഭവം ഇവരുടെ അതാണല്ലോ, കൺസേൺ അതാണ്. വയസ്സാം കാലത്ത് പിന്നെ ആരും അമ്മയുടെയും അപ്പന്റെ ഒരു ടെൻഷൻ അവര് നോക്കിയിട്ടാണ് ഇപ്പൊ ജീവിച്ചു പോണത്. മറ്റേ പടത്തില് ശ്രീനിവാസനെ കാണാണ്ടാവുമ്പോ ആ ഒരു വൈദ്യർ കുടുംബത്തില് ശ്രീനിവാസന്റെ ഒരു പൊട്ടൻ മോനും താഴെയുള്ള മോൻ MBBS കാരനുള്ള വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇവൻ ഒരു വൈദ്യം ചെയ്തിട്ട് ഒരാൾ മരിക്കും. ശ്രീനിവാസൻ മോൻ വൈദ്യരായിട്ട് ചാർജ് എടുക്കാണ് സ്വമേധയാ. എന്നിട്ട് ഇതിനെ കാണാൻ തപ്പി പറഞ്ഞ പടമാണോ? അല്ലല്ല അതല്ല, അത് മറ്റേ പട്ടണം കാണാൻ പോണതല്ലേ. ഇതൊരു വൈദ്യർ ഫാമിലിയില് താഴെയുള്ള മോൻ സിദ്ദിഖ് കണ്ടല്ലേ, ആള് MBBS ഒക്കെ എഴുതി ഡോക്ടറൊക്കെ. ഇവൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു സാധനത്തിൽ നടക്കുക. അപ്പൊ ഇവനൊരു ചികിത്സ നടത്തിയിട്ട് ചികിത്സാ പിഴവില് ആള് തട്ടിപ്പോകേണ്ടത് ചെയ്യും. അപ്പൊ ആ നാട്ടുകാർ ചോദിക്കാൻ വരുമ്പോ ശ്രീനിവാസൻ നാടുവിടും, ഇവിടുന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോ KPCL എടുത്ത് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് പറയുന്നത്, അയ്യോ ഒരാളോട് ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങി കുടിക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ആളെന്നെ. അപ്പൊ എല്ലാ അമ്മമാരുടെ ധാരണ നമ്മൾ അങ്ങനെയാണെന്ന്. ഒരു തുള്ളി വെള്ളം ഇല്ലാതെ വഴി കിടന്ന് മരിക്കുമെന്നുള്ള പേടി ഉണ്ടാവും. അപ്പൊ ഇവര് കല്യാണം എന്നുള്ള സാധനം അത് നിർബന്ധിക്കണതിന്റെ ഒരു കാര്യം അതാ. അപ്പൊ ഇവന്റെ കാര്യത്തിൽ അതുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അതാണ് ഞാൻ വീട്ടുകാർക്ക് ഓവറായിട്ടത്. എന്റെ തീരുമാനങ്ങൾ കറക്റ്റ് ആണെന്ന് വീട്ടുകാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. പണ്ട് തൊട്ടേ അങ്ങനെ ആ ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ വീട്ടില് നിന്നെ ശരിക്കും പറഞ്ഞാൽ നീ അങ്ങനെ പ്രായമായി പോയി തോന്നുന്നവർക്ക് കാണത്തില്ല എന്തായാലും.
കുഞ്ഞ അവരുടെ കുട്ടി എന്റെ ഈ പറഞ്ഞ പോലെ ചേട്ടൻ കല്യാണം കഴിക്കൂല, ഉറപ്പിച്ച് നടക്കണ ഒരു സമയം. അപ്പൊ വീട്ടിലാണെങ്കിൽ ഇവനെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇവർക്കുണ്ട്. അപ്പോൾ ഈ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യില്ല, അതൊക്കെ അനിയന്മാരുടെ ജോലികളാണല്ലോ. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ചേട്ടനെ കെട്ടിക്കാനും മാട്രിമോണി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവൻ്റെ ചേട്ടൻ ഈ പറഞ്ഞ പോലെ പെണ്ണ് കാണുന്നുണ്ട് കല്യാണത്തിന്. ഇതുകൊണ്ട് ഇവിടെ പെണ്ണ് കാണുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ആരോടെങ്കിലും ഫോണിലൊരു സംസാരം വരെ എത്തുമ്പോൾ തുടങ്ങി ചേട്ടന് ദേഷ്യം. അല്ല ആളലമുണ്ടാക്കിണ്ട് ഒരു സാധനം പെണ്ണ് കാണല് വരെ ഫോൺ ചെയ്ത് എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നോട് നാളെ നമുക്കൊന്ന് പെണ്ണ് കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഭീകര കലാപം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അങ്ങനെ മാട്രിമോണി അത് എക്സ്പയർ ആയി കഴിഞ്ഞിട്ട് ബെഞ്ചിത്തിന്റെ കൂട്ടുകാരൻ്റെ അവൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മാട്രിമോണി എക്സ്പയർ ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതിന്ന് ആൾക്കാരെ നോക്കും, വായനോട്ടം മാട്രിമോണിയിലാണ്. അത് കഴിഞ്ഞിട്ട് ആള് ചില സമയത്ത് ബെഞ്ചിത്ത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി എൻ്റെ ചേട്ടൻ്റെ കല്യാണം നടത്താൻ ചില പ്രൊഫൈലുകൾ എനിക്ക് അയച്ചു തരും. എന്നിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട്, അപ്പോൾ ഇവൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു ഇവരെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ. അപ്പോൾ കുറച്ച് ഇതായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നീ ഇതൊന്നും നോക്കി എനിക്ക് അപ്പോൾ നമുക്ക് നീ ആലോചിച്ചോ കുഴപ്പമില്ല. അവൻ്റെ ധാരണയിൽ അവൻ ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ ബിസിനസ് നാട്ടിലെ ഇത് എന്നൊക്കെ പറഞ്ഞ് കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ വലിയ താല്പര്യം കാണിക്കില്ല എന്നുള്ളൊരു സംഭവത്തിലാണ്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ അല്ലല്ല അവൻ്റെ പേര് അറിയില്ല, ഇവൻ്റെ പേര് പറയാൻ പറ്റും. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ദുബായിലാണ് ചേച്ചി ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കസിൻ്റെ അടുത്ത് പറഞ്ഞിടാ ഈ പ്രൊഫൈലിൽ ഇവരുടെ കോൺടാക്ട്സ് തപ്പിയെടുക്കാം, നമ്മുടെ എക്സ്പയർ ആയിട്ടില്ല, അതിൽ നിന്നും ഡീറ്റെയിൽസ് കിട്ടില്ല, കോൺടാക്ട്സ് തപ്പിയെടുക്കുക. ഇവൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു പേര് റാൻഡം ഒരു പെണ്ണിൻ്റെ പേര് എടുക്കുക, അമ്മൂസ്ന്നോ എന്തെങ്കിലും അടിച്ചിട്ട് വെറുതെ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫ്രണ്ട് ഇവനുണ്ടാവും. അങ്ങനത്തെ തന്നെ അത് കാരണം പെണ്ണുങ്ങളുടെ കോൺടാക്ട്സ് നോക്കാൻ ഇവന് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, എന്നിട്ട് ഇവൻ തപ്പിയെടുത്ത് കോൺടാക്ട്സ് തപ്പിയെടുത്തിട്ട് ഇങ്ങനെ ചാവറയിൽ എൻ്റെ ചേട്ടൻ്റെ ഒരു കല്യാണ ആലോചനയ്ക്ക് വേണ്ടിയായിരുന്നു പ്രൊഫൈൽ ഇട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്പർ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവനെ കൊണ്ട് ഫോൺ ചെയ്യിച്ച് ഇവർ രണ്ടുപേരും സംസാരിപ്പിച്ചതിൽ ഇനീഷ്യേറ്റീവ് എടുത്തതിൽ ഞാനും എൻ്റെ കസിനും ബെഞ്ചിത്തും നടങ്ങുന്ന ഒരു വലിയ ടീം വർക്കിലാണ് ഇവർ രണ്ടുപേരും കണ്ടെത്തിയത്. അത് കഴിഞ്ഞ് ഇവർ സംസാരിച്ച് തുടങ്ങി. ആദ്യത്തെ സംസാരത്തിൽ തന്നെ ചേട്ടനും ചേച്ചിയും ചേരും അല്ലല്ല ചേട്ടൻ ചേച്ചി നടക്കൂല എന്നുള്ളതായിരുന്നു. സാധ്യതയില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചു മുടി വെട്ടു, അവൻ മുടിയൊക്കെ ഇല്ല ഞാൻ മുടി വെട്ടില്ല. അപ്പോൾ താടിയിൽ നിന്ന് ഇങ്ങനെ കയറി എനിക്ക് ഫ്രീക്കന്മാരല്ല ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി. അത് കഴിഞ്ഞപ്പോൾ ഇവൻ അലൻ്റെ വീണ്ടുള്ള ഇടപെടൽ, അവൻ അങ്ങനെയൊന്നും അല്ല, ആ ലുക്ക് അങ്ങനെയാണെങ്കിലും വേറെ ഫോട്ടോസ് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. രണ്ടാമത് ഒരു ഈ പറഞ്ഞ പോലെ രണ്ടുപേരും കുറെ എഫർട്ട് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞ് കഷ്ടി 1 കൊല്ലം 1.5 കൊല്ലത്തോളം ഇവര് സംസാരത്തിൽ ഫോണിൽ കൂടെ തന്നെ അങ്ങനെ മനസ്സിലാക്കി. ആ ഇതൊക്കെ കഴിഞ്ഞപ്പോ ചേട്ടൻ കണ്ടപ്പോ ഓക്കെ ഇത് സെറ്റാവും നമ്മൾ വിചാരിക്കുന്ന പോലെ ആണെന്ന്. അങ്ങനെ ആളുടെ ആ കല്യാണം നടത്തുന്നതിലൊരു ഇനീഷ്യേറ്റീവ് എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം നടത്താൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ആ സാധനമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹരത്തോടു കൂടിയാണ് ഈ പരിപാടി ചെയ്തത്. അതായത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല, ഇതാണ് നമ്മുടെ ബഡ്ജറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ 1 ലക്ഷത്തിന് താഴെ ഞാൻ ഇത് നടത്തി കാണിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ അതിന്റെ അവിടെ ഇവിടെ ഒക്കെ കട്ടിയാണ്, അമ്മക്ക് സാരി വേണ്ട. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭയങ്കര അച്ഛൻ വന്നില്ലെങ്കിൽ 250 പ്ലേറ്റ് ലാഭം 300. അങ്ങനെ അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ കല്യാണത്തിന്റെ പിന്നാലുള്ള ഓട്ടവും പരിപാടിയും എൻജോയ്. ഇതാണെങ്കിൽ ഭയങ്കര കട്ടപ്പനയെന്നാണ് കല്യാണം. ഇവിടെ നിന്ന് കട്ടപ്പനയിൽ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ അമ്മ ചാലക്കുടിക്ക് എത്തിക്കഴിഞ്ഞ് ഛർദ്ദിക്കണ ആളാ. കട്ടപ്പന എത്തിയപ്പോഴേക്കും അമ്മേനെ ക്ഷമയിട്ടാം. അതുപോലെ ഛർദ്ദിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ മോനെ ഇനി എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നണില്ല. ഒന്നും തോന്നരുത്. മനസ്സമ്മതം കഴിഞ്ഞ് പിന്നെ അമ്മയുടെ ഇടപാട് തീർന്നു. അപ്പോൾ ആ കല്യാണമൊക്കെ നടന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ അവനൊരു പ്രായത്തിലും എനിക്ക് ഒരു കുട്ടിയുടേതായ മെമ്മറീസ് അല്ല. അവൻ വലിയൊരാളാണ്. അതായത് ഞാനായിട്ട് 3 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ കാര്യത്തിലും ഇവൻ്റെ അടുത്ത് ചിലപ്പോൾ വലിയ എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം സമീപിക്കുന്ന ആള് ഇവനാണ്. അതായത് ഇവനെല്ലാം സോൾവ്. അപ്പൊ ഇവന് ഈ ഒരു പ്രഷറുണ്ട്, നമ്മൾ ആ ഒരു പ്രതീക്ഷയല്ല ഒരാളിൽ കൊണ്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ ചെന്ന് പറയും ഫയറിങ് അത് സോൾവ് ചെയ്യും. അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇവനും. ഈ പറഞ്ഞ പോലെ അത് എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ ആ ഒരു കസിൻസിന്റെ ഏജ് ഗ്രൂപ്പിൽ ഇവനാണ് ഇത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. എല്ലാവരും ഈ ഒരു ഉത്തരവാദിത്തം ചെറുതിലെ ഇവനെ അടിച്ചേൽപ്പിച്ചിട്ട് ഒരു ബാലവൃദ്ധനായിരുന്നു ഇവൻ. അതായത് പിള്ളേരുടെ സെറ്റിന്റെ
നോട്ടക്കാരൻ. അത് മാത്രല്ല ആൾക്ക് ആ പ്രായത്തിലെ തന്തമായി പഠിപ്പിച്ചിട്ട് ഇവരൊക്കെ കൂടിയിട്ട്, അതായത് ചേച്ചിമാരില്ലേ അവരെ നിലയ്ക്ക് നിർത്തും. മര്യാദയ്ക്ക് വന്നോളൂ, ആൺപിള്ളേര് വരുമ്പോ ചിരിച്ചും കളിച്ചൊന്നും നിൽക്കരുത്, ഇത്രയും പോകുന്നതാണ് 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ചേച്ചിമാരെയാണ് വയ്ക്കണത്. അപ്പൊ ആൾക്ക് ഭയങ്കര എപ്പോഴും ഒരു അങ്ങനത്തെ ഒരു ഇതാ കൊടുത്തില്ല. പക്ഷെ ഞാൻ ചേട്ടാന്നൊന്നും വിളിക്കില്ല, എടാ പോടാ, അതെൻ്റെ അപ്പൻ അങ്ങനെയാണ്. അവർ എടാ പോടാ ബന്ധത്തിൽ വളർന്നാൽ മതി. അത് കാരണം എന്താ എൻ്റെ കൂട്ടുകാരില്ലേ അവര് പിന്നെ എടാ പോടാന്ന് വിളിക്കണം. അവരുടെ സർക്കിള് നല്ലതാണ്. എനിക്ക് കൊച്ചില് തോന്നിട്ടുണ്ട് ചേട്ടനുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ്. നമുക്ക് എല്ലാത്തിനും ഒരു ഒരാളുണ്ടല്ലോ. പിന്നെ പോരാത്തതിന് ഇവനെ എന്നെ കാലം ആരോഗ്യമുണ്ട്. അത് കാരണം ഇടി ഉണ്ടാകുന്ന സമയത്ത് അത് കുറെ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ചോദിക്കാൻ ഒരാളുണ്ട്. അപ്പൊ അല്ല, വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ചേട്ടനനിയന്മാരുള്ള അടി ഉണ്ടാവില്ലേ, ഈ അടിയിൽ എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ്. അമ്മയുടെ ഒരു ധാരണയിൽ ഞാൻ ഏത് നിമിഷവും മരിക്കാൻ സാധ്യതയുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. ഫസ്റ്റത്തെ ഇടി വീഴുമ്പോൾ ഞാൻ കരയും. ഞാൻ ചൊറിഞ്ഞിട്ടാണ് ഈ ഇടി ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തെ ഇടി വീഴുമ്പോൾ ഞാൻ കരയും. കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ വരും. അമ്മ വന്നിട്ട് ചേട്ടനെ പരപ്പ് ചീത്ത പറയും, അത് 2 അടി അടിച്ചാൽ ചത്തുപോകുന്നത്. അപ്പൊ ചേട്ടൻ പിന്നെ ഇടി. അത് കാരണം ഞങ്ങൾ തമ്മിൽ അടി അധികം നടന്നിട്ടില്ല. നിങ്ങള് നല്ല അടി നടക്കുമായിരുന്നു. എന്റെ വീട്ടിൽ അങ്ങനെ അടി എനിക്ക് വേണ്ട ഓർമ്മയുണ്ട്. ഞാൻ പണ്ടാണെങ്കിൽ ആദ്യത്തെ അടിക്ക് ബോധം പോയിട്ടിരിക്കും. അങ്ങനെ ഞാൻ അനിയനെ അടിക്കുമ്പോൾ ഞാൻ ഓർക്കണ്ടില്ല. ഞങ്ങൾ അങ്ങനെ അടി ഉണ്ടാക്കിയല്ല, അതായത് ഫൈറ്റ്. ഇല്ല, മറ്റേ കൊച്ചിലെ സിനിമ കാണുമ്പോഴത്തേക്കും മറ്റേ ഇടി ഫൈറ്റിനിടയിൽ സൗണ്ട് അതാണ്, മറ്റേ ഭയങ്കര വലിയ ഇടിയാണ് ആ സാധനം വരും. അപ്പൊ എനിക്കിത് ഇത് കണ്ടിട്ട് എവിടെയെങ്കിലും പോയി പരീക്ഷിക്കില്ല, വേറെ വല്ല പിള്ളേരെ മേടിച്ച് അവരെ തിരിച്ചിടിക്കുമല്ലോ. അപ്പൊ വീട്ടില് ഇതുപോലെ നമ്മൾ തമ്മിൽ 1-2 പറഞ്ഞ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. ഈ പറഞ്ഞ മറ്റേ ഒരു പ്രായമാകുമ്പം നമ്മൾ ഒട്ടും ചേരൂല. കൊച്ചിലെ ഒരു കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഇടയ്ക്കത്തെ ഒരു പീരീഡിൽ ഭയങ്കര ഒന്ന്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കണോ വേണ്ടെന്നുള്ള സംശയമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ ചിലപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് കുഴപ്പമില്ല പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാനം തീർന്നു അമ്മേ ഓടും. അപ്പൊ അത് കിട്ടുന്നിടം വരെ ഉള്ളു. അപ്പൊ നമ്മളിങ്ങനെ തൽക്കാലത്തേക്ക് വിശ്വസിച്ച് പോണത് ആ ചതിയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിയൂലോ ആ സാധനം. അപ്പൊ ഇതിന്റെ വൈരാഗ്യം നമ്മുടെ മനസ്സിൽ കാണും. അപ്പൊ നമ്മളിങ്ങനെ അഭിനയിച്ച് കൂടും, അത് കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ച് പിണക്കം മാറിയവരായിട്ട് ഇവള് പിന്നെ എന്തെങ്കിലും സാധനം പറയുമ്പോൾ അവിടെ നേരെ ഫ്ലിപ്പടിച്ച് നമ്മളും പോയി പറയും. ഇത് അവർക്ക് നല്ലതാ, പേരൻസിന് മൊത്തം നമ്മളെ വിവരങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ ഈ പരിപാടികൾ അടിയിലോട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ എനിക്ക് മറ്റേ ത്രില്ല, നമ്മൾ അടിയും അങ്ങനെ ആ സാധനം ഇടിയും. അപ്പൊ ചേച്ചി ഇടി കൊണ്ടോണ്ടിരിക്കുന്ന അയ്യേ അതിന്റെ ഗിഷ് പിന്നെ തിരിച്ചു പിടിക്കും. പക്ഷെ നല്ല രീതിയിൽ അടി നടക്കാറുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ അവള് ചിലപ്പം നമ്മളും 5 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ അവൾക്ക് ഈ പറഞ്ഞ നല്ല ഹൈറ്റും അത്യാവശ്യം സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ അവള് ഞാൻ ഭയങ്കര പെൻസിൽ പോലെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് അവള് വലിച്ച് കൈയെല്ലാം കൂടെ ചുരുട്ടി ഇപ്പുറത്തൊക്കെ ലോക്ക് ചെയ്തൊക്കെ. അപ്പം പിന്നെ എൻ്റെ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടർ അഭിനയമൊക്കെ അഭിനയിക്കും. ഞാൻ എവിടെയെങ്കിലും നല്ല രീതി ഇടി കൊണ്ടുപോലെ അഭിനയിച്ച് നിലത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും. ഞാൻ ഇങ്ങനെ മറ്റേ ഫിറ്റ്സ് വന്ന പോലെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ചേച്ചി ഇങ്ങനെ ഡാർക്ക് അടിക്കും, എന്തോ പറ്റി. അത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിപാടിയാണ്. ഇടിയുടെ ഇടയിൽ ഇത് നീട്ടിക്കൊണ്ട് പോകാതെ ഇടയ്ക്ക് വെച്ച് ഭയങ്കര അഭിനയം ഇറക്കും. ഇപ്പം കൊണ്ട് ഇടി നന്നായിട്ട് കൊണ്ടു എന്നുള്ള രീതിയിൽ. അപ്പം നമുക്കും പേടിയത് ഇവളുടെ ഞാൻ അടിച്ചിട്ട് അവളുടെ കാല് തള്ളവിരൽ ഒടിഞ്ഞിട്ടുണ്ട്, എല്ലിന് പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ അത് പക്ഷെ നമ്മളപ്പോഴും കയറിയോ പിന്നെ അഭിനയമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പിന്നെ നോക്കുമ്പോൾ നീരൊക്കെ വെച്ച് പെട്ടെന്ന് നീര് വെക്കുമല്ലോ, അങ്ങനത്തെ പ്രശ്നമൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ അടി അതൊക്കെ കുറച്ച് നമുക്കും പേടിയാവും. നമ്മൾ അവിടെ ഇവിടെ ഞാനും ചേട്ടനും തമ്മിൽ ഇതുപോലെ അല്ല വെറുതെ ഒന്നുമില്ല. ഈ പറഞ്ഞാല് നമ്മുടെ അവിടെ കിണറിനൊക്കെ എടുത്തിട്ടുള്ള മണ്ണുണ്ടാവില്ലേ, കിണർ ഒഴിയുമ്പോ അതിലിങ്ങനെ മണ്ണ് കൂട്ടിയിട്ടില്ല, അതിലൊരു മഞ്ഞ കളറൊക്കെ ഇതില് മണ്ണ് ഇരിക്കുക, പൊടി പോലുള്ളത് കട്ടയിട്ടിരിക്കുക. അത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടും, ഇങ്ങനെ പൊടണ പോലെ. അപ്പൊ എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആ പൊടി തീരെ ഫൈൻ ഡസ്റ്റ് ആകുമ്പോൾ അതിങ്ങനെ തെറിക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് എറിയാണ്. ഇത് മേത്ത് കൊണ്ടാലും പ്രശ്നമില്ല, അതിങ്ങനെ പൊട്ടി പോണതാ. അവസാനം എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് എറിഞ്ഞതിനുള്ളിൽ നല്ല കല്ലുണ്ടായിരുന്നു. എന്റെ തല കൊണ്ട് പൊട്ടി. ജോന്റെ തല കൊറേ പൊട്ടിയിട്ടുണ്ട്. ജോന്റെ തല തുറന്നൊക്കെ മൊത്തം സ്റ്റിച്ചായിരിക്കും. മുടി വളർത്തി വെച്ചേക്കണേ, മുടി വെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് വെട്ടുപാടാ. അതെ, അത് ഇതുപോലെ ഒരു 4-5 പ്രാവശ്യം ചോണ്ട തല പൊട്ടിയിട്ടില്ലേ? ഇല്ല, ഇത് നിസ്സാര ചെറിയൊരു പൊട്ടല പൊട്ടിയില്ല. ഞാനാണെങ്കിൽ പണ്ട് മോഹൻലാൽ ഏതൊരു സിനിമയിൽ നായികടുത്ത് ഞാൻ ബലാത്സംഗം ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. അത് മറ്റേ ഏതാണ് മറ്റേ പുള്ളി ഒരു
മറ്റേ ഫ്ലൈറ്റിന്റെ സൈഡിൽ മറ്റേ ജമ്പർ സൂട്ട് 1 പീസ് ഡാൻസ് കളിക്കണ ഒരു ഫേമസ് പാട്ടൊക്കെ അതല്ല മോഹൻലാൽ ഏതിലോ ഒരു സിനിമയില് മോഹൻലാൽ ഏതൊരു സിനിമയിൽ നായിക എടുത്തേക്ക് ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനും ചേച്ചി അടിയുണ്ടായപ്പോ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കൂടുതൽ ഇതില്ല ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്ത് കളയുന്നു. മനസ്സിലായില്ല, അത് പോയി വീട്ടിൽ പറഞ്ഞു. അത് പോയി അച്ഛൻ്റെ ഞാൻ പറഞ്ഞു കൂടുതൽ എനിക്ക് നല്ല അടി കിട്ടി. പിന്നെ ചേച്ചി ഒരു പ്രായം കഴിഞ്ഞപ്പോ പ്രായമായി എന്നുള്ളൊരു സാധനമായില്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു 6ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അടി ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഈ 2, 3, 4 അടി. നിങ്ങൾ ഏജ് ഡിഫറൻസ് 2 വർഷം. പിന്നെ ഞാൻ പണ്ട് WWF കുറെ കാണുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ റിങ്ങിന്റെ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടില്ല, അതേപോലെ ഞാൻ മെത്തേന്റെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് ഒറ്റ ചാടി. അങ്ങനെ ഞാനാണെങ്കിൽ ചാടി അപ്പുറത്തൊക്കെ പോയി വീണിട്ടൊക്കെ ഉണ്ട് വീണിട്ടൊക്കെ. പിന്നെ ഞാനും എൻ്റെ കസിൻസ് ആണുങ്ങളുണ്ട്. അത് എൻ്റെ 1 വയസ്സ് വ്യത്യാസം, 2 വയസ്സ് വ്യത്യാസം. അവരാണ് നമുക്ക് ബാക്കിയുള്ള രീതിയിലുള്ള വഴികാട്ടികളൊക്കെ. അവരൊക്കെയാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കണേന്നൊക്കെ. എന്റെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്തോന്നൊക്കെ ഞാനിത് വിശ്വസിക്കില്ല. അപ്പൊ നമ്മൾ ഈ WWF നമ്മൾ കുറെ കാണുമായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സാധനം നമ്മള് ഈ മറ്റേ ചോക്ക് സ്ലാം ഒക്കെ അടിക്കുന്ന ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് മെത്തേലോട്ട് അടിച്ചിടുന്ന അത് നമ്മള് ഇങ്ങനെ കസിൻ സ്റ്റോറീസ് ആണെങ്കിൽ വേറെ ഒന്നും തന്നെ വെക്കാം. എണ്ണവും കൂടുതൽ അതുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ടാണ്. വീട്ടിനകത്തുള്ള ചില ബാരിയേഴ്സ് ഉണ്ടല്ലോ, ആ ബാരിയർ കസിൻസിന്റെ അടുത്ത് നമുക്ക് കാണത്തില്ല. എൻ്റെ മൂത്ത ബ്രദർ ഞാൻ 2 വയസ്സിൻ്റെ വ്യത്യാസം, അബുമായിട്ട് ഞാൻ 4 വയസ്സിൻ്റെ വ്യത്യാസം, അവനേക്കാൾ 4 വയസ്സല്ലേതാ. പക്ഷേ എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ഫൈറ്റ്, ഭയങ്കര ഫിസ്റ്റ് ഫൈറ്റ് നടത്തിയതിൻ്റെ ഇല്ല, വഴക്കുണ്ടായിട്ടുണ്ട്. അതായത് അബുവിനെ ഞങ്ങൾ 2 പേരും ചേർന്ന് മാറ്റി നിർത്തുമായിരുന്നു. കാരണം അവൻ ഭയങ്കര ഇളയതാണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ 8ാം ക്ലാസ്സിൽ നല്ല കുസൃതിയായിരുന്നു, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളൂ, ഭയങ്കര കുസൃതിയായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കാടെ ടീം മേറ്റ് അസിസ്റ്റൻറ്റ്. അപ്പോൾ അബു നമ്മൾ ഇതിന് മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തി അബു കരയുന്നത് എന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഓർമ്മയുണ്ട്. പല സാധനത്തെ അവനെ ഞങ്ങൾ കൂട്ടാത്തതിൻ്റെ. പക്ഷെ അവൻ അന്ന് മനസ്സിലാകത്തില്ല, കൂട്ടിയായിരുന്നെങ്കിൽ എന്തെല്ലാം വലിയ പ്രശ്നങ്ങളിലേക്ക് നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. അത് അവൻ്റെ അവനും ചേട്ടന്മാരുടെ കൂടെ പോകണമെന്നായിരുന്നു അവൻ്റെ ഇത്. എനിക്ക് അത് ഞാൻ കുറെ ഫേസ് ചെയ്ത്. എനിക്ക് 5 ചേട്ടന്മാരുണ്ട്, നമ്മുടെ അച്ഛൻ്റെ സിബ്ലിങ്സിൻ്റെ മക്കളായിട്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 5 ഞങ്ങൾ 4 ചേട്ടന്മാർ, ഞാനടക്കം 5 ആൺപിള്ളേർ, എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട് ഫാമിലിയിൽ. അപ്പം നമുക്ക് ആ പറയുമ്പോൾ 4 ചേട്ടന്മാരുണ്ടെന്നുള്ള പവർ ഉണ്ട്. പക്ഷെ വലിയ ഉപകാരമില്ല. കാരണം ഇവർ 4 പേരുടെ പരിപാടിയൊക്കെ നമ്മളപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും ചെറുതായിട്ട്, ഞാൻ ഈ 6 പേരിൽ ഏറ്റവും ഇളയത് ഞാനാണ്. ബാക്കി എല്ലാവരും കല്യാണം കഴിച്ച് സെറ്റായി. ഇപ്പം അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് പ്രശ്നമുണ്ട്. അപ്പോൾ അവർ നമ്മളെ കൂട്ടില്ല. അപ്പോൾ ഞാൻ കാരണം ബലിയാടാണ്ടൊരു ചേട്ടനുണ്ട്, എൻ്റെയൊക്കെ തൊട്ട് മൂത്തൊരു ചേട്ടൻ. പക്ഷെ നമ്മൾ തമ്മിൽ 5-8 വയസ്സിന് 8 വയസ്സിന് 6-7 വയസ്സിന് വ്യത്യാസമുണ്ട്. എനിക്കൊരു കമ്പനിക്ക് അവർ ഈ പുള്ളിയും കൂട്ടൂല. അതുകൊണ്ട് പുള്ളിയും ഞാനും തമ്മിലായിരുന്നു പിന്നെയും കമ്പനി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവർ വെള്ളം അടിക്കാനും പരിപാടിക്കൊന്നും പേരും നമ്മളെ കൂട്ടൂല, അങ്ങനത്തെ മൊത്തം വരുമ്പോൾ. പിന്നെ ഒരു പ്രായമായപ്പോൾ ഞാൻ ഒരു +2 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറാക്കും എന്നുള്ള മൂടൊക്കെ. പിന്നെ ഈ പറഞ്ഞ ചേട്ടന്മാരും എല്ലാം ആരെ വിശ്വസിക്കല്ലോ. ഇപ്പോൾ ഒരു ചേട്ടൻ ഞാൻ ഇങ്ങനെ കോളേജിൽ പോകുമ്പോൾ ഇവർ ചങ്ങനാശ്ശേരിയിൽ 2 ചേട്ടന്മാരുണ്ട്. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി കോളേജിൽ, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അറിയും അവിടെ പെട്ട് എന്തെങ്കിലും അമ്മമാർ വല്ല റായും എന്തെങ്കിലും വെള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി, വാതുക്കെ ആൾ വരും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ സെറ്റ് പുതിയ കോളേജിൽ പോകാനുള്ളൂ, എന്തെങ്കിലും വള്ളി ഉണ്ടാക്കാം. ചേട്ടന്മാരുണ്ടല്ലോ അവിടെ ഫുള്ള്, കാരണം അവരവിടുത്തെ ഭയങ്കര നല്ല സർക്കിളുണ്ട് അവർക്ക്. അപ്പോൾ എനിക്കത് അറിയാം, അത്രയും കമ്പനിയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ആ ഒരു ഹോളിൽ ഉപയോഗിക്കാൻ തോന്നില്ല. അപ്പോൾ അതിൻ്റെ മൂത്ത ചേട്ടൻ എന്നിട്ട് പറയും, അവൻ ഇങ്ങനത്തെ പല ഭ്രാന്തും പറയും, നീ പോയി എന്തെങ്കിലും വള്ളി പിടിച്ചാൽ നീ അടികൊള്ളും, ഇവിടുന്ന് ആരും വരാൻ പോലുള്ള. അപ്പോൾ അവർക്ക് ഇത് ഏത് വിശ്വസിക്കും. അതാണ് മൂത്ത ചേട്ടൻ. വെറുതെ അപ്പം നമ്മളിങ്ങനെ നോക്കി ഓക്കെ സ്വന്തം കാര്യം നോക്കി നിൽക്കണം നല്ലത്. ഇവരെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു വിഷയമുണ്ട്, അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. ശരിക്കും ആ ഏജ് ഗ്രൂപ്പിൽ എപ്പോൾ കൂട്ടണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് അബുവിനെ കൂട്ടാതിരുന്നത് തന്നെ കറക്റ്റ്. കാരണം അല്ലേ അവന്റെ പ്രായത്തിന് പറ്റാത്ത കുറെ സാധനം നമ്മൾ കൊണ്ട് ചാടിക്കും അവനെ. പക്ഷെ അവനെ ഒഴിവാക്കി നിർത്തുന്നത് ഇപ്പം ആലോചിക്കാൻ ഒരു വിഷമമുണ്ട്. കാരണം നമുക്കിപ്പോൾ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുന്നത് വിലക്കുണ്ട്. ഇപ്പം ഞാനും കസിൻസോ അല്ലെങ്കിൽ ബ്രദറോ ആയിട്ടൊക്കെ പുറത്തേക്ക് നമ്മൾ ആരും കാണാതെ പുറത്തിറങ്ങും, റോഡിലിറങ്ങും ഇവരറിയാതെ. അപ്പോൾ ഇവനും ഇങ്ങനെ കുനിയും വരും, കുഞ്ഞാവൻ. നമുക്കവനെ എടുത്തുകൊണ്ട് പോകാനും പറ്റത്തില്ല, ആ റിസ്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയത്. പക്ഷെ അവൻ വിഷമിച്ച് പോകുന്നത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. എനിക്ക് മാറ്റി നിർത്തുന്നത് എനിക്ക് ഏറ്റവും ഡാർക്കെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അങ്ങനെ നെയ്ബേഴ്സും ഇല്ല, അവിടെ വേറെ പിള്ളേരൊന്നുമില്ല, ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ വീട്ടിൽ. നമ്മൾ വീട് അറിയാമല്ലോ, അവിടുത്തെ അടുത്തൊന്നും വേറെ വീടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കസിൻസ് ഇവരും എല്ലാം ദൂരെ ആണ്, അത്യാവശ്യം അങ്ങനെ കാണാറില്ല. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എനിക്ക് ഇവരെയൊക്കെ ഓവറായിട്ട് സ്നേഹമാണ്. എൻ്റെ മനസ്സിലിങ്ങനെ ഇവർ എൻ്റെ ചേട്ടന്മാരാണ്, ആ ഒരു സാധനമൊക്കെ എനിക്ക് ഭയങ്കര സ്പിരിറ്റ് ഭയങ്കര കൂടുതലാണ്.
അപ്പോൾ എനിക്കിങ്ങനെ നാളെ അവരൊക്കെ വരും. അപ്പം ഞാൻ ഇങ്ങനെ ഇവരോട് ചോദിക്കും, മറ്റേ ചേട്ടൻ വരൂലേ, അമ്പു ചേട്ടൻ വരില്ല, അവർ വരില്ല, ഇവർ വരില്ല എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ, ഇവരെല്ലാവരും നാളെ വരും, ഇതെല്ലാവരുമായിട്ട് ഇതാക്കാം പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. ഇവർ വന്ന് നമ്മളെ മൈൻഡേ ചെയ്യൂല. കാരണം അവർ നോക്കുമ്പോൾ ഞാൻ ആ പ്രായമാണല്ലോ, അപ്പോൾ അവർക്ക് അവരുടെ ഒരു വൈബിൽ അവരുടെ വർത്തമാനങ്ങളിലൊന്നും നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ആ കുൽസിതമൊക്കെ പറയണ ആ ഒരു നല്ല പ്രായത്തിലായിരിക്കും. നമ്മൾ കുറച്ചുകൂടെ നമ്മളും മറ്റേ നിഷ്കളങ്ക സെറ്റപ്പില്ല. അപ്പോൾ അങ്ങനെ അവർ ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി, ഇവർ ചിലപ്പോൾ കാറിലൊക്കെ പുറത്ത് പോകുമ്പോൾ എനിക്ക് അതിന് എന്നെ കൂടെ കൊണ്ടുവരുന്നെങ്കിൽ എന്ന് തോന്നും. അപ്പോൾ നമ്മൾ അതും ഈ പറഞ്ഞ നമ്മൾ വീട്ടിൽ കാറില്ല, അപ്പോൾ നമ്മൾ അങ്ങനെ അധികം കറങ്ങിയിട്ടില്ല. നമുക്ക് ചേട്ടന്മാരോട് കറങ്ങണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവർ നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ നേരം വരെ നമുക്ക് എനിക്ക് പക്ഷെ അഭിമാനം ചോദിക്കില്ല. പക്ഷെ എന്നെ കൂടെ കൊണ്ടുപോകാന്ന് ചോദിക്കത്തില്ല, പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകായിരിക്കും എന്ന് വിചാരിക്കും, പക്ഷെ കൊണ്ടുപോകില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമം അടിക്കും. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഫേസ് ചെയ്തേക്കുന്നുണ്ട്. എനിക്കത് ഞാനിപ്പോൾ എൻ്റെ താഴെയുള്ള പിള്ളേരെയൊക്കെ ഭയങ്കര കാര്യമായിട്ട് കെയർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ അവർക്ക് വേണ്ട, അവന്മാർക്ക് ആർക്കും നമ്മളെ പുച്ഛം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിപ്പിച്ച വന്ന ഉടനെയൊക്കെ മൊബൈൽ ഉണ്ടല്ലോ, നമ്മുടെ ആവശ്യമില്ല. ഞാനിങ്ങനെ അങ്ങോട്ട് ഇവരെ കൊണ്ട് പുറത്തു പോകാം, എന്തെങ്കിലും ഐസ്ക്രീം മേടിച്ചെടുക്കല്ല, അങ്ങനെ ഇവരെ ടേക്ക് കെയർ ഒന്നും കല്ല, ഇവര് കളിക്കാൻ നിർത്തൊക്കെ പോയിക്കും ഇവന്മാര് നമ്മളെ മെയിൻ ചെയ്യില്ല, അല്ലെ അവർക്ക് നമ്മളെ വേണ്ട. അപ്പൊ അവർക്ക് ആ സാധനത്തിന് ഡിഫറൻസ് ഉണ്ട്. കാരണം സംഗതി ഈ പറഞ്ഞ പോലെ എന്റെ ചേട്ടൻ തന്നെ ഒരിക്കലും കൂട്ടത്തിൽ വിടില്ല കളിക്കണ പരിപാടിക്ക്. ഞാനും അവനും ഞങ്ങൾ രണ്ടുപേരുണ്ട് വീട്ടിൽ. ഞാൻ ചുമരും എറിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കുന്നത്, ഈ തെണ്ടി ഒന്നും ഒരു ബോൾ എറിഞ്ഞു തരില്ല. കാരണം എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ അവന്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു മൊണ്ണയാ, എന്നെ എപ്പോഴും ഡിസ്റ്റൻസിലെ നിർത്തുള്ളൂ. മോഡൽ ബോയ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തിരി പഠിപ്പീടെ പോലെയോ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്ന് പറഞ്ഞ മൊണ്ണ രജിസ്റ്റർ ചെയ്ത് കിട്ടും. ഇവന്റെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളികളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ഈ ബാഗൊക്കെ ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ദിവസം ഈ ബസ്സിൽ ഞാനൊക്കെ 5ാം ക്ലാസ് തുടങ്ങി ലൈൻ ബസ്സിലാണ് പോണത്. അപ്പോൾ ആ പ്രായത്തിൽ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലുള്ള പിള്ളേർ ആരും പോകണില്ലല്ലോ, നടന്ന് സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്നു. അവരുടെ ട്രിപ്പാണ് തൃശ്ശൂർക്ക് പോകല്. ദിവസം ബസ് എടുത്തത് ഞാൻ ഡെയിലി പോകുന്നത് സ്കൂളിലേക്ക് തൃശ്ശൂർക്ക് ബസ് കയറിയിട്ടാണ് പോകണം. അപ്പോൾ ചേട്ടനുണ്ടല്ലോ, അപ്പോൾ ഇവന് ഞാൻ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ അപ്പൊ ഇതൊക്കെ ഇവന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അത് കാരണം ഇവൻ എന്നെ ഒരു ഡിസ്റ്റൻസിലാണ് നിർത്താറ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അടിയും പിടിയൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ നമ്മള് ഈ അടിയും പിടിയും പറയുമ്പോ ഇക്ക പഠിപ്പിച്ചാണ് 8 തൊട്ട് അങ്ങോട്ട്. അപ്പം ഇക്ക തൊട്ടിത്തരം നിർത്തി എനിക്കറിയാം. അപ്പം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു ടെററി ചേട്ടന്മാരുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഇപ്പം നമ്മളെ ജൂനിയേഴ്സിന് ചില ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പം എനിക്ക് അയാൾ വെച്ച് പ്രശ്നമാണല്ലോ, അവൻ പ്രശ്നമാണ്. എന്ത് പ്രശ്നം എന്ത് പ്രശ്നം, അതൊക്കെ സീനാണ്, നമുക്ക് ഇടിച്ച് സ്കൂൾ മാറ്റാൻ. അപ്പം ഒരേ സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്, ഇടിച്ച് നമുക്ക് നോക്കാം. അപ്പം ഇക്ക പഠിപ്പിലേക്ക് തിരിച്ചെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം ഞാൻ ഇക്ക പറഞ്ഞത് വെച്ചിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് അവന്മാരെ ഡിഷൻ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അവന്മാര് വന്നിട്ട് ക്ലാസ്സിനകത്ത് നമ്മൾ ഇടിച്ചിട്ട് പോയി. അപ്പം ഞാൻ ഇക്കടിച്ച് അത് നീ മൈൻഡ് ചെയ്യണ്ട, അവന്മാരെ തല്ലിപ്പൊളി പിള്ളേരെ ഇതുപോലെ എന്റെ ചേട്ടന് സ്കൂളിൽ ഇടപെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതൊരു 2 പിള്ളേര് വന്നിട്ട് ഞങ്ങൾ മലയാളം ക്ലാസ്സിന് മാത്രമായിട്ട് വേറൊരു ക്ലാസ്സിൽ പോകണം. അപ്പോൾ ആ ക്ലാസ്സിൽ പോയിട്ട് അവിടെയുള്ള എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിലത്തെ ഒരു പയ്യൻ വന്നിട്ട് വരാന്തേലും നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് എന്തോ വർത്താനം പറഞ്ഞ് എന്തോ സീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവ അവിടെ നിന്ന് കാണണ്ടായിരുന്നു. അവൻ വന്നിട്ട് എന്തരാ തോണ്ടിയിട്ട് അപ്പം ഞാൻ വിട്ടു കഴിഞ്ഞിട്ട് പിറ്റത്തെ പ്രാവശ്യം മലയാളം ക്ലാസ്സിലെത്തുമ്പോൾ ആ പിള്ളേര് കംപ്ലീറ്റ് വളഞ്ഞ്. എന്നെയും വേറെ 2 പിള്ളേരുണ്ട്. ഞങ്ങളുടെ 2 പേരും ചെറിയ തോണ്ടി. ഞാൻ ഇവനോട് പോയി പറയാൻ പോയില്ല, ഇത് കിട്ടിയത് കിട്ടി, അല്ലെങ്കിൽ ഇത് ഡെയിലി കിട്ടും. പ്രത്യേകിച്ച് ഭീഷണിപ്പെടുത്തി ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. ഞാൻ എഞ്ചിനീയറിങ്ങിന് ആദ്യം പോയത് മറ്റേ ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജ് IHRD. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര പഠിപ്പ് വൈബ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കോ ഭയങ്കര പഠിപ്പ് വൈബ്, മൊത്തം ഭയങ്കര സ്ട്രിക്റ്റ്. അതായത് ഞാൻ സൂപ്പർ കോളേജ്, ഇവിടെ പഠിച്ചാൽ രക്ഷപ്പെടുന്നുള്ളത്. 2ാം ദിവസം റാഗിങ് ഒന്നുമില്ലെന്ന് അവർ പറഞ്ഞു. 2ാം ദിവസം ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ടീച്ചേഴ്സിന് വഴിക്കൊന്ന് കട്ട റാഗിങ്, ചുറ്റും റാഗിങ്ങിൻ്റെ ബഹളം. ക്ലാസ്സിലൊരു പയ്യൻ, ലോക്കൽ പയ്യൻ. അപ്പോൾ അവനാണെങ്കിൽ അവനവൻ ചേരിന്നാണ് വരുന്നത്. എന്താ വെച്ചാൽ ആറ്റിങ്ങൾ തൊട്ടടുത്ത സ്ഥലം. അപ്പോൾ അവനാണെങ്കിൽ എന്തിനും പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് എന്താ ചേട്ടന്മാർ വരും, എന്ത് പറഞ്ഞാൽ എൻ്റെ ചേട്ടന്മാർ വരും. അപ്പോൾ അവനെ ടാർഗറ്റ് ചെയ്ത് ബാത്റൂമിൽ കൊണ്ടടിച്ചു. അപ്പോൾ അവൻ നിന്നെ പുറത്തിട്ട് അടിക്കും എന്നുള്ള മോടി നിൽക്കുക, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ആറ്റിങ്ങൽ തൊട്ടടുത്തുള്ള പള്ളിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രി ആകുമ്പോൾ എനിക്ക് സേഫ്, ഹോസ്റ്റലില്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഞാൻ വെറുതെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 4 പേരെ വിളിച്ചിട്ട് നീ ഫസ്റ്റ് ഇയർ അല്ലേ നീ ലോഡ്ജിലേക്ക് വാ, നമ്മുടെ ഹോസ്റ്റലിലേക്ക് വാ എന്ന് പറഞ്ഞു. 8 മണിയാകുമ്പോൾ ഹോസ്റ്റലിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ട് അകത്ത് പിടിക്കപ്പെടാതെ പോയതാണ്.
ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഒക്കെ ഇതുപോലെ പ്രശ്നം. അപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരത്ത് വേറെ സൈഡിലാണ്. അപ്പോൾ ഈ പറഞ്ഞ നീ ഇപ്പോൾ പോകണ്ട, നീ ഒരു 8:30 പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ 10ാം ക്ലാസ് എന്നെ അടിപൊളി വിളിച്ച എന്ത് ചെയ്യുന്നു. എന്നിട്ട് എന്നെ 2 മണിക്ക് വിളിച്ചു ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട് ആരിഫ് എൻ്റെ കൂടെ പഠിക്കുന്നത്, ഇക്കടെ കോളേജ് ആരിഫ് വരും എന്ന് വരും, എന്നിട്ട് നീ പോയാൽ മതി. അയാളെന്താ വേറെ കോളേജ് പഠിക്കുന്നത്, ആ പേരും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആരിഫ് വന്നു. അപ്പോൾ ആരിഫ് പള്ളി വന്നിട്ട് എന്നെ വിളിച്ചു, വാ അപ്പോൾ ആരെ വിളിച്ചെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ അമ്മ ലോഡ്ജിലാണ് താമസിക്കുന്നത്. കൊണ്ടുവന്നു. അപ്പോൾ ആരിഫിനെ എന്നെ വിളിച്ചുകൊണ്ട് കയറി പോയി ലോഡ്ജ് പോയി. സെക്കൻഡിൽ അവന്മാർ ഫസ്റ്റ് ഇയർ വന്നു ഞാൻ സെക്കൻഡ് ഇയർ പിള്ളേരാണ്. അവന്മാർ ചാടി തുറന്നിറങ്ങി എന്തായിക്കാ ഇങ്ങനെ ആരിഫിനെ കൂടെ എന്തായിക്കാ. അപ്പം ഞാൻ ചെയ്യുന്നത് ആരിഫിന് എന്താ ഒന്നുമില്ല, എന്താ ഇവനെ വിളിപ്പിച്ചെന്നാട്ടിൽ ഓ ഇല്ലൊക്കെ ചുമ്മാ വിളിപ്പിച്ചാ എന്നിട്ട് ശരി ഒന്നുമില്ല അപ്പോൾ പോക്കോ എന്നെ ആരിഫൊക്കെ തിരിച്ച് വിളിച്ചിട്ട് ആരിഫൊക്കെ പോയിട്ട് പറഞ്ഞ് എൻ്റെ ഇക്ക ഉണ്ട്, ആസിഫ് ഉണ്ട് ഇവിടെ ഫൈനലിലാണ് പഠിക്കുന്നത്, കണ്ടാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കോളേജിൽ പോയപ്പോൾ ആരിഫിൻ്റെ സെയിം പകർപ്പിൽ ആസിഫ്, ആരിഫിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മാറ്റവും ഇല്ല. ആസിഫ് വന്നിട്ട് ഇന്നലെ അനിയൻ വന്നായിരുന്നല്ലേ, ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രശ്നം, എനിക്ക് കോളേജിൽ നിന്ന് ഒരു റാങ്കിങ് ഉണ്ടായില്ല അതുകൊണ്ട്. പക്ഷെ എനിക്ക് പിന്നെ ഹൈലൈറ്റിന് കിട്ടി, ഞാൻ കാര്യവട്ടത്തേക്ക് മാറി. അവിടെ നല്ല പോലെ കിട്ടിയില്ല, ഇല്ല അവിടെ വേറെ വൈബായിരുന്നു, അവിടെ നമ്മൾ കോളേജിൽ പോകാറില്ലായിരുന്നു, അതുകൊണ്ട് റാങ്കിങ് കിട്ടാറില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഭയങ്കര പഠിപ്പിസ്റ്റ് ആവാനുള്ള കാരണം എൻ്റെ ചേച്ചിയാണ്. കാരണം ചേച്ചി ഭയങ്കര പഠിപ്പിസ്റ്റ് ആയിരുന്നു. നമുക്കാണെങ്കിൽ ഒരു ഇനിഷ്യൽ ഒരു പെർസെപ്ഷൻ വന്നാൽ മതിയല്ലോ. അതായത് എൻ്റെ ചേച്ചി ഭയങ്കര പഠിപ്പിസ്റ്റ് ടോപ്പറായിരുന്നു, ഞാൻ അത്ര പഠിക്കൂലായിരുന്നു. അത് എനിക്ക് കൊച്ചിലേക്ക് ഈ ഭയങ്കര പഠിത്തത്തിന്റെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ എനിക്ക് കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ഇങ്ങനെ സാധനത്തിന്റെ ഒരു ഇതില് ഞാൻ 2ലും 3ലും ഒന്നും ഇല്ലായിരുന്നു. ഞാനൊരു 5ലും 6ലും ഒക്കെയാണ് ഞാൻ തലയെടുത്ത് തുടങ്ങണം പഠിത്തത്തിന്റെ ഇതില്. ഇപ്പോഴും എനിക്ക് നല്ല സംശയമുണ്ട്, അറിയത്തില്ല. അതെ, അന്ന് എനിക്കാണെങ്കിൽ എഴുതുമ്പോഴൊക്കെ തിരിഞ്ഞു പോകും, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് അതൊക്കെ ആയിരുന്നല്ലോ സ്കില്ല്. അപ്പൊ അങ്ങനെ എന്റെ അപ്പൊ ദീപികയുടെ അനിയൻ എന്നുള്ളൊരു ബ്രാൻഡ് വരുമല്ലോ. ദീപികയുടെ അനിയൻ എന്താണ് മാർക്ക് കുറവെന്നുള്ള ചോദ്യം വരും. അതായത് ദീപിക ടോപ്പറാണ്, ദീപിക പ്രൊഫഷൻസി പ്രൈസ് ജയിക്കുന്ന കുട്ടിയാണ്, ദീപികയുടെ അനിയൻ പക്ഷെ ഒരു മണ്ടനാണ്. അപ്പൊ ആ ഒരു ബ്രാൻഡ് മാറാൻ വേണ്ടിയാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ എൻ്റെ ചേച്ചി ഭയങ്കര ഡാൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ചിലത്തെ കുറേ നാളത്തെ എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ റോഡാണ്. കാരണം ചേച്ചി ഭയങ്കര ഡാൻസ് ആയിരുന്നു. ചേച്ചി ഒരു ഡാൻസ് ഡാൻസ് സ്കൂളിലുണ്ടായിരുന്നു. അവരിങ്ങനെ ട്രൂപ്പായിട്ട് പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാനും കൂടെ പോകും. അങ്ങനെ ഞാൻ ഡാൻസ് കളിച്ചു തുടങ്ങി. ക്ലാസിക്കൽ ഡാൻസ് നീ പഠിച്ചു? ക്ലാസിക്കൽ ഡാൻസ് ഞാൻ പഠിച്ചു. നമുക്ക് ആ ഫോട്ടോ എഡിറ്റ് കാണിക്കും. ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു, ചേച്ചി ഡാൻസിനോ. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം പരിപാടിക്ക് പോകാൻ തുടങ്ങി. നമ്മൾ കോവളത്തിലൊക്കെ ഈ ടൂറിസ്റ്റുകൾക്ക് പരിപാടി ചെയ്യാൻ പോയായിരുന്നു. അങ്ങനെ ചേച്ചി ഡാൻസ് കളിക്കും, ഞാൻ കോമ്പയറിങ് ചിലപ്പോൾ ചെയ്യും, ഞാൻ ഡാൻസ് കളിക്കും ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ. പിന്നെ ഞാൻ ദൂരദർശന് ചെയ്തിട്ടുണ്ട്, അമൃത ടിവിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്. കൊച്ചിലത്തെ കൃഷ്ണനൊക്കെ ആയിട്ട് ഞാൻ വരും. അങ്ങനെ എനിക്ക് ആ ഒരു സ്ത്രൈനത, ഒരു ഫെമിനിസം ഫെമിനൈൻ നേച്ചർ വരുന്നുണ്ടെന്ന് ഉള്ള ഒരു ഇതിലാണ് എന്നെ മാറ്റി ക്വിസിന്റെ പാത്തിലോട്ടൊക്കെ ക്വിസ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അമ്മ ശ്രദ്ധിക്കുന്നില്ല, ഞാനിങ്ങനെ വെറുതെ നിൽക്കുമ്പോ ഡാൻസ് ഒക്കെ കളിച്ചോളെ. അപ്പൊ ഞാനിങ്ങനെ വെറുതെ, അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം, നല്ലൊരു ഡാൻസറിനെ പിടിച്ച് അപ്പോഴാണ് ചാന്ത് പൊട്ടുമൊക്കെ വരുന്നത്. അപ്പൊ അന്ന് അത് ഭയങ്കര ഒരു മോശം കാര്യമാണ്, അന്ന് ഇതൊരു അക്സെപ്റ്റബിൾ സാധനമല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ മാറ്റാൻ വേണ്ടിയാണ്, എന്നുവെച്ചാൽ അപ്പൊ അതിൽ നിന്ന് തന്നെ മാറ്റാൻ വേണ്ടിയാണ് എന്നെ ക്വിസ്, ഈ ഒളിമ്പിയാഡ്, അങ്ങനത്തെ ഒരു ലൈനിലോട്ട് വിട്ടു. അപ്പോൾ ശരിക്കും ചേച്ചി കാരണമാണ് എനിക്ക് ഈ ഒരു പഠിപ്പിസ്റ്റ്, വെറും പഠിപ്പിസ്റ്റ് അല്ല സൂപ്പർ പഠിപ്പിസ്റ്റ് മോഡിലോട്ട് മാറിയത്. ചേച്ചിയുടെ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു ദീപികയുടെ അനിയൻ എന്നുള്ളൊരു ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങണം. നിങ്ങളൊരു സ്കൂളിലായിരുന്നു? നമ്മളൊരു സ്കൂളിലായിരുന്നു, പക്ഷെ എനിക്ക് പ്രഷറിലായിരുന്നു, ചേച്ചി പഠിക്കൂലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ടീച്ചർമാരെ തെപ്പിച്ച് നിന്റെ ചേച്ചി പഠിക്കണ ആ ഒരു സാധനം ചോദിക്കുമ്പോഴത്തേക്ക് ഓ കുഴപ്പമില്ല ഇത്രയേ ഉള്ളൂ എന്നുള്ള. പക്ഷെ എനിക്ക് എന്തൊരു മണ്ടന്മാരെ ടീച്ചർമാരല്ലേ, 2 വ്യത്യസ്ത ആൾക്കാരാണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇല്ലാതെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ചേട്ടൻ 8ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങിയതല്ലേ, അപ്പൊ 10ഒക്കെ വെച്ചാൽ ഭയങ്കര സംഭവമുണ്ട്. അപ്പൊ ഇക്ക 10ൽ വൻ കിടിലം മാർക്കിൽ അവിടെ നിന്ന് പാസ്സായി, 561 മാർക്ക് ഭയങ്കര സംഭവം. അപ്പോ എനിക്ക് ഭയങ്കര പ്രഷറായി. അനസിൻ്റെ അനിയൻ പഠിക്കുന്നില്ലെന്നും അന്ന് തൊട്ട് ചോദിക്കും. 9ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി. ഇക്ക അതേ സ്കൂളിൽ +2 ചെയ്യുകയും ചെയ്തു, അവിടെ ഇക്ക ടോപ്പിൽ പാസ്സായി. അപ്പം എനിക്ക് കണ്ടിന്യൂസ് ഒരു 4 വർഷം ഈ പ്രശ്നമാണ്. 8 വരെ ആ പ്രശ്നമാണ്. 8 കഴിഞ്ഞ് 4 വർഷം അനസിൻ്റെ അനിയൻ പഠിക്കുന്നില്ലെന്നൊരു പ്രശ്നം. എനിക്ക് മറ്റേ ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് ബേസിക് പരിപാടികൾക്ക് ഇപ്പോഴും എന്നെക്കാളും മാത്സ് പരിപാടികളെല്ലാം അറിയാം. എന്ന് ചേച്ചി മറ്റേ ആവശ്യത്തിന് മാത്രമേ പഠിക്കും, ഭയങ്കരമായിട്ട്. പക്ഷെ ഞാനപ്പം ചെയ്തെന്ന് വെച്ചാൽ
ഈ പറഞ്ഞ ചേച്ചിയെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ അവർക്ക് കുറച്ചുകൂടെ ടഫ് സാധനങ്ങൾ അവൾ നമ്മൾ ഈ പറഞ്ഞ 4 വയസ്സ് 5 വയസ്സ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതുപോലെ അമ്മയൊക്കെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ഇതുപോലെ ആ ഒരു ഉഴപ്പുണ്ട് വന്ന് ഡെയിലി പഠിക്കുന്നവരോട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് അപ്പുറത്ത് പോയി ഇത് ബുക്കൊക്കെ അപ്പുറത്തായിരിക്കും ഇരിക്കണം, അപ്പോൾ ഞാൻ അവിടെ പോയി അത് നോക്കിയിട്ടൊക്കെ വന്നിട്ട് ഉത്തരവൊക്കെ പറയും ഇതല്ലേ അത് എന്ന് കേൾക്കും. ഇവർക്ക് അറിയാൻ ഞാൻ ഉടായിപ്പാണെന്ന്, പക്ഷേ എന്നാലും അത് രസമാണല്ലോ. അപ്പോൾ ഇങ്ങനെ അപ്പം എനിക്ക് ആ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഇവരെ കുറച്ചൊരു ഇമ്പ്രസ് ചെയ്യാം. അപ്പോൾ എനിക്ക് അത്രയും വഴക്ക് കേൾക്കാതെ അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പം പക്ഷേ ഈ പറഞ്ഞ ഇതുമല്ല, അവിടെ കുറച്ച് സിമ്പിളാണല്ലോ. ചേച്ചി അത്ര എന്ന് വെച്ചാൽ ഭയങ്കര കുഴപ്പമെന്നല്ല, പക്ഷെ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ആ കമ്പാരിറ്റീവ്ലി ഞാൻ കുറച്ച് ബെറ്റർ ആയതുകൊണ്ട് ഞാൻ ആ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, അല്ലെ പിന്നെ ഇത്രയും ഗുണം കാണിച്ചിട്ട് അടുത്ത ദിവസം പരീക്ഷയ്ക്ക് എനിക്കും മാർക്കില്ലെങ്കിൽ എനിക്കും കിട്ടൂല്ലോ. അപ്പോൾ ആ സാധനം അത് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ CBSE മാറി സ്റ്റേറ്റിലോട്ട് വന്നപ്പം കുറേ ഭയങ്കര മൊത്തത്തിൽ സിമ്പിളായി. അവിടെ നോക്കിയപ്പം വലിയ എഫേർട്ട് ഇടാതെ ഞാൻ എന്നെ തന്നെ വിചാരിച്ചിരുന്നത് ഞാൻ ഈ ലെവലാണ്. എനിക്ക് മറ്റേ ഞാൻ 20-21 റാങ്ക് എൻ്റെ സ്ഥിരം. ആരെങ്കിലും ഒരു പരീക്ഷ എഴുതിയില്ല 19 റാങ്ക്. ഇത്തവണ 19 കിട്ടി, റാങ്ക് കയറി എന്നുള്ള സാധനമാണ്. പക്ഷേ സ്റ്റേറ്റിലോട്ട് വന്നപ്പോഴും എൻ്റെ വിചാരം എനിക്ക് അത്രയും കാലിബറേ ഉള്ളൂ, എനിക്ക് അതിമേളിലൊന്നും പഠിക്കാൻ പറ്റുമെന്നല്ല. അവിടെ വന്നപ്പോൾ മറ്റേ ഒരു സെറ്റ് ഉഴപ്പുള്ളായിരുന്നു. പക്ഷെ അവിടെ ഞാൻ അതുമനുസരിച്ചേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കിട്ടണ മാർക്കിലൊക്കെ സാറ്റിസ്ഫൈഡാണ്, വലിയ എഫേർട്ട് ഇടാതെ കിട്ടുന്നതിൽ. പക്ഷെ ഒരുത്തം വന്നിട്ട് ചൊറിഞ്ഞു ഒരു ദിവസം, ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെന്നില്ല, മറ്റേ ആ സ്കീമിലാണ് പിന്നെ പഠിച്ചു തുടങ്ങി. അതൊരു തവണ മേളിൽ കിട്ടി ആ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെ പോകാൻ പറ്റില്ല. നമുക്കൊരു ലൈസൻസ് കിട്ടും അലമ്പാൻ. പഠിക്കുമ്പോഴപ്പം 5 പേരെ പൊക്കിയ മാർക്കുള്ളതുകൊണ്ട് എന്റെ അടുത്ത് മാത്രം ഒന്നും പറയൂല. കാരണം അത് ശരിയാ, പഠിക്കുന്ന പിള്ളേർക്ക് നീ നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് പറയും അവൻ പഠിക്കും കേട്ടോ, നീ എങ്ങനെ നടന്നോ ഇരിക്കാൻ പറയാ. അതെ അതെ, അവരൊരു നമുക്ക് സത്യം പറഞ്ഞാൽ അവരാ തരുന്ന എക്സ്ട്രാ കെയർ കൊണ്ടാണ് പിള്ളേർക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്നത്. നമ്മൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചില ഒരു പോയിന്റിലൊക്കെ ശരിക്കും നമ്മൾ ആകെയുള്ള പ്രതീക്ഷ നമ്മൾ പഠിക്കുന്നതായിരിക്കും വീട്ടുകാരുടെയും. ഇതുകൊണ്ട് അപ്പം നമുക്കത് ഞാൻ ഒരിക്കലും ചേട്ടന് ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്ക് കുറച്ച് കാലം ലുക്കിൽ ഞാൻ പഠിപ്പിച്ചാന്ന് തോന്നുന്നു. ഒരു കണ്ണടയൊക്കെ വെച്ച് ഈ പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു 7ാം ക്ലാസ് വരെയൊക്കെ ഒരു പഠിപ്പ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു. 6ാം ക്ലാസ്സിൽ ഞാൻ കുഴപ്പമില്ല എന്നെ പഠിച്ചായിരുന്നു. 7ാം ക്ലാസ്സിൽ ഒരു DPP വന്നു. അതായിരുന്നു എന്നെ ഫുള്ളായിട്ട് തിരിച്ചറിഞ്ഞു. DPPയുടെ ഫസ്റ്റ് ട്രയൽ ഗ്രൂപ്പ് ഞങ്ങളാ. ദരിദ്ര പിള്ളേരെ എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. എന്തിനു പഠിക്കുന്നു? അതായത് നിങ്ങളൊക്കെ പഠിച്ചത് കുറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള പഠന രീതി കൊണ്ടുവരാൻ ശ്രമിച്ചതിലാണ് നീ പഠിച്ചത്. ഞങ്ങളൊക്കെ പഠിച്ചത് കാണാതെ പഠിച്ചിരുന്ന ടെക്സ്റ്റ് പരീക്ഷ ഈ സാധനം പ്രൊജക്ട് സാധനങ്ങളില്ല, ചാർട്ട് ഒട്ടിക്കൽ പരിപാടിയില്ല. ഇതിന്റെ ഇനീഷ്യലി ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്തത് ഞങ്ങളുടെ ബാച്ചിനാണ്. 7ാം ക്ലാസ് ട്രയൽ ഇത് PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ്. ടീച്ചർമാർക്ക് ഈ സാധനം പഠിപ്പിക്കാൻ അറിയില്ല. ഇത് എങ്ങനെയാണ് ട്രെയിൻ പാഠ്യപദ്ധതിയിലാണ് പഠിച്ചത്, അങ്ങനെ പറയാം. പിന്നീട് അതിനെ പുതിയ പാഠ്യപദ്ധതി അത് DPPയുടെ ഈ ഫുൾ ഫോം ഭയങ്കര ഫേമസ് ആണ്. അതായത് CBSE സ്കൂളുകൾക്ക് ഇത് ഫോളോ ചെയ്യണ്ട. അപ്പൊ അവർക്ക് ഇപ്പോഴും പഴയ മാർക്കിടുന്ന സിസ്റ്റം ഇതൊക്കെയാണ്. നമ്മളുടെ ഗ്രേഡിലേക്കോ എന്തിലേക്കോ ഗ്രേഡിലേക്ക് ആക്കി. അത് കഴിഞ്ഞ് പിന്നെ മാറി. എനിക്ക് ഒരു കൊല്ലം ഈ സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഗ്രേഡിൽ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. നീ അങ്ങനെ ഞങ്ങൾ മാത്രം 7 അങ്ങനെ വന്നിട്ട് ഞങ്ങളെ വീണ്ടും പിന്നെ മാറ്റി. ഒരു കൊല്ലം ആ ബാക്കിലത്തെ ആൾക്കാർക്ക് പുതിയ പാഠ്യപദ്ധതി ഗ്രേഡും കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളെ കയറ്റി വിട്ടു, മാർക്കിലേക്ക് തന്നെ തിരിച്ച് കയറ്റി വിട്ടു. എന്റെ താഴെയുള്ള നീ ഫുൾ ഗ്രേഡ് അല്ലേ? ഞാൻ 5, 6, 7 ഒക്കെ ഗ്രേഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാർക്കായി. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മാർക്കാ? ഗ്രേഡ് അല്ലല്ല, അത് ഗ്രേഡാ. ഞങ്ങൾക്കൊക്കെ മാർക്കാ. അന്ന് ഞങ്ങളാണ് മാർക്കുള്ള അവസാനത്തെ ബാച്ച്. അത് കഴിഞ്ഞ് പിന്നെ 10ഉം +2 ഫുൾ ഗ്രേഡ് പറയാം. 7ൽ ഈ ഒരു സാധനം പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു. 7 കൊണ്ടുവന്നപ്പോൾ ടീച്ചർമാർക്ക് ഇത് പഠിപ്പിക്കാൻ അറിയില്ല. കുറച്ച് പിള്ളേർ പഠിക്കുന്നവർ ഇത് ചാർട്ട് വെട്ടി ഉണ്ടാക്കണം, മറ്റേത് പരിപാടി വീട്ടിൽ നിന്ന്. അപ്പൊ അമ്മ വീട്ടിൽ ചെന്നിട്ടാ നിനക്കൊന്നും പഠിക്കല്ലേ, ഒക്കെ DPP ആന്ന് പറയും. പഠിക്കാനില്ല, DPP ആ. പിന്നെ ദിവസം ഒരു ചാർട്ടും കൊണ്ടുപോണ്ട് വീട്ടുകാർക്ക് എന്താ, നീ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞൊരു ശ്രീനിവാസന്റെ സിനിമയുണ്ട്. ഈ കഥേനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അതായത് ടീച്ചർമാർക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വരാം, ടീച്ചർമാരെ അഭിനയിച്ച് കാണിക്കണം, പാട്ട് പാടി ഓടണം. ഇത് ടീച്ചർമാരാണ് ആദ്യം ഈ സാധനം പഠിക്കേണ്ടത്. പറ്റൂല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. ഈ സാധനം അവർക്ക് മനസ്സിലാവില്ല, ഇതിൽ എങ്ങനെ ഗ്രേഡ് ഇട്ട് കൊടുക്കും പരിപാടി. അപ്പൊ ആ ഒരു കൊല്ലം ഞങ്ങൾ സുഖമായിട്ട് അങ്ങോട്ട് ഉഴപ്പി. പിന്നെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്തു. നീ പറഞ്ഞാൽ റാങ്ക് കിട്ടുന്ന സാധനം ഞാൻ DPP ആയിട്ട് അതല്ലേ മറ്റേത് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഞാൻ അത് പിടിച്ചത് DPP ഇഷ്ടപ്പെട്ടു. പിന്നെ 7ാം ക്ലാസ് കൂടി ഞങ്ങളുടെ ഒരു ഉഴപ്പാണ് ഞാൻ. പിന്നെ 10ാം ക്ലാസ് എത്തിയപ്പോഴേ മൂഞ്ചിയിൽ തോന്നുന്നു. പിന്നെ 10ാം ക്ലാസ്സിലെ സ്റ്റഡി ലീവിനാണ് ഞാൻ പിന്നെ പഠിക്കുന്നത്. അത് വേറെ പുസ്തകം. എൻ്റെ അനിയൻ എന്തായാലും സ്കൂളിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് നേരിട്ടാണ്. കാരണം ഞാൻ ഈ ലെവല്, ചേട്ടൻ ഈ ലെവല്, അബു അതിൻ്റെ താഴത്തെ ലെവല് പഠനത്തിൻ്റെ മാർക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ അവന് 2 അടി കിട്ടി വയ്ക്കും. അനസും അനീസും
അങ്ങനെ അവന് പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ ഇക്കാക്ക കുഴപ്പമായിരുന്നു, ഞാൻ അബു എന്നെ കുഴപ്പമായിരുന്നു, ഞങ്ങൾ ആ ഗ്രേഡിലായിരുന്നു. അങ്ങനെ അവനത് രണ്ടും കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയത് അവൻ കാരണം. ഞാൻ സ്റ്റാൻഡപ്പിലൊക്കെ പറയുമല്ലോ, അവൻ ഈ +2 കഴിഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അവൻ പല കാര്യങ്ങൾ ചെയ്ത് അക്ഷയ ജോലിക്ക് പോവുകയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈമായിട്ട് PSC കോച്ചിങ്ങൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ എക്സാമിന് എഴുതാൻ പോകാൻ നേരത്ത് കൂട്ടുപോയി തുടങ്ങിയ ഞാൻ ഫ്രീ ആണല്ലോ. അപ്പോൾ എക്സാമിന് അവൻ അപ്ലൈ പോകാൻ പൈസ ആയിട്ട് എനിക്കൂടെ അപ്ലൈ ചെയ്യും. അങ്ങനെ ഞങ്ങൾ 2 എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. പോസ്റ്റൽ അസിസ്റ്റന്റ് ടെസ്റ്റും അവനെ എനിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്ത് ചുമ്മാ നിൽക്കുക. അപ്പോൾ അവന്മാരെല്ലാം ഹോസ്റ്റലിൽ കൊണ്ട് താമസിപ്പിച്ച് യുവമാരെല്ലാം എഴുതിക്കാൻ പോയതാ കൂട്ടത്തിൽ ഞാൻ. അവന്മാർക്ക് ഒന്നും കിട്ടിയില്ല. എൻ്റെ ചേച്ചി ഇതുപോലെ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് PSC പരിപാടി ഫോളോ ചെയ്തിട്ട് ഇവൾ ആ എഫേർട്ടൊക്കെ ജീവിതത്തിൽ അന്നെങ്ങാനും ഇട്ടിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട്, കാരണം ആ പോയിന്റിലാണ് മറ്റേ ലോസ്റ്റായി പോണൊരു പോയിന്റ് ഉണ്ടല്ലോ. ഓക്കെ കുറേയൊക്കെ ചെയ്ത് തെറ്റ്, അല്ലെങ്കിൽ കുറേ കൂടെ പഠിക്കണമെന്നൊക്കെ ഉള്ള സാധനം. PSC ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഭ്രാന്ത് പിടിച്ചൊക്കെ ഒരു ദിവസമൊക്കെ 12 മണിക്കൂറൊക്കെ പഠിക്കും, അങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പം ഞാനും ഇതുപോലെ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പിന്നെ അങ്ങോട്ട് ഫോക്കസ് അതാ, ടെസ്റ്റ് എഴുതി കയറാം. അപ്പം എനിക്ക് മറ്റേ സാധനം ഇത് തരാം, ഇവളുടെ കൂടെ പഠിച്ചിട്ട് ഞാൻ ആദ്യം ടെസ്റ്റ് എഴുതി പാസ്സാവണം, അപ്പോൾ ഒരു സാധനം കിട്ടും, അതിനുവേണ്ടി പിന്നെ പഠിക്കരുത്. പക്ഷെ ഞാൻ പിന്നെ വിട്ടു. ഇപ്പം പ്രൈവറ്റ് തന്നെ. പക്ഷെ ഇവരും PSC പഠിക്കുന്നുണ്ട്. ഇല്ലില്ല, അത് നിർത്തി. PSC കാരണം ഒരു 5 വർഷം കണ്ട് PSCക്ക് എഫേർട്ട്. കാരണം ഇവക്ക് ഏതെങ്കിലും ലിസ്റ്റ് വന്നായിരുന്നോ? ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. എല്ലാം ഏകദേശം ഇവള് തന്നെ ആ ഒരു മാർക്ക് നോക്കുമ്പോൾ ഇവക്കൊരു 70 റേഞ്ചൊക്കെ കിട്ടുവാണ്. ഒരു 82 അല്ലെ 80 ആയിരിക്കും മറ്റേ എടുക്കണം. കട്ട് ഓഫ് 80 ആയിരിക്കും. കാരണം ഇവർക്ക് എല്ലാം അറിയാം. പക്ഷേ ഈ പ്രഷറിൽ ഭയങ്കര ടെൻഷനാണല്ലോ. അത്ര ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ പഠിക്കും, എന്നിട്ട് പോയിരുന്ന് കറക്കി കുത്താന്നൊക്കെ ഉള്ളൊരു പരിപാടിയും അല്ലെ. ചുമ്മാ എനിക്കിങ്ങനെ നമുക്കിത് ഈ ഒരു പേപ്പർ കിട്ടിയത് എത്ര ശരിയാക്കാൻ പറ്റും എന്നുള്ള ഒരു ചലഞ്ചിന് വേണ്ടി പോകുന്നു. അല്ലാതെ നമുക്ക് അപ്പം ജോലി ഭയങ്കര ആവശ്യമാണ്. പക്ഷെ അത് നമ്മൾ പറഞ്ഞ PSC കുറച്ചുകൂടെ നല്ല ലെവലിൽ പോകണം എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ അവളുടെ ആവശ്യം എന്നുള്ള സാധനത്തിൽ കാണുന്നുണ്ട്. എല്ലാ എക്സാമും ഇത്രയും പേടിച്ചൊക്കെ PSC എഴുതാൻ പോണത് എനിക്കറിയത്തില്ല. എൻ്റെ കൂളിലൊക്കെ അപ്പുറത്തൊക്കെ ഓരോ ചേട്ടന്മാരൊക്കെ വന്നിട്ടിരുന്ന് കാണിക്കണമൊക്കെ കാണുമ്പോർക്കും വെറുതെ ഓട്ടോ ഒക്കെ കൊണ്ടിട്ടിട്ടൊക്കെ വന്ന് കയറി എഴുതി കറപ്പിച്ചിട്ടൊക്കെ പോകും. എന്നിട്ട് ഇങ്ങനെ അവരിതുപോലെ ഞാൻ മമ്പർച്ചിരിയൊക്കെ ചെയ്തിട്ട് പോയൊരു PSC ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഫുൾ ആൾക്കാർ തിരിച്ചറിയാം ഞാൻ അവസാനത്തെ സമയത്ത് ഇങ്ങനെ ഒരു കറപ്പിക്കില്ല. ഞാൻ 3 ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, എനിക്കത് ഒരെണ്ണം കിട്ടി. എനിക്ക് അതുകൊണ്ട് വിലയില്ലാത്ത കേട്ടോ, ഇത് എളുപ്പം കിട്ടുമെന്ന് തോന്നുന്നില്ല. നല്ല ടാസ്ക് എഴുതുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എൻ്റെ അഹങ്കാരമൊക്കെ അങ്ങ് മാറി. ഈ പറഞ്ഞ ഞാൻ വിചാരിച്ച് ഞാൻ വെറുതെ പോയി ഫസ്റ്റ് ടെസ്റ്റ് കിട്ടുന്ന, കാരണം എൻ്റെ മനസ്സിൽ ഞാൻ അത്രയും പഠിക്കണം എന്നുള്ള സാധനം. രണ്ടാമത്തെ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ കാര്യമൊന്നുമില്ലെന്ന്. ഞാൻ എനിക്കതുകൊണ്ട് പുച്ഛമാണ്, സിമ്പിൾ സാധനമല്ലേന്ന് ഞാൻ അതുകൊണ്ട് കളഞ്ഞിട്ട്. പക്ഷെ എൻ്റെ ചേട്ടൻ ഇതുപോലെ തന്നെ നല്ല ഉഴപ്പായിട്ട് ഈ പറഞ്ഞ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ട് എഞ്ചിനീയറിംഗ് പുള്ളി ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ആരും അറിയാതെ BCA പഠിച്ചിട്ട് BCAയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് തിരിച്ചു വന്നത്. എഞ്ചിനീയറിംഗിന്റെ കാലം എടുത്തു, പക്ഷെ വന്നത് BCA ആയിട്ടാണ്. ഇത് വീട്ടിൽ ആർക്കും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ട് പിന്നെ ജോലിക്കുമ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നമായി. അതിനിടയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കേണ്ടി വന്നു. ഭയങ്കര ടാസ്ക് ആയി. പുള്ളിക്ക് ജോലിയില്ല, കല്യാണവും കഴിച്ചു. അങ്ങനെ ഈ പറഞ്ഞ വീട്ടിലൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, വരൂല പുള്ളി. കാരണം ഈ പറഞ്ഞ കുത്തുകളാണല്ലോ. അങ്ങനെ ചൊറിച്ചിലും പരിപാടിയൊക്കെ ആയിട്ട് കോട്ടക്കിരുന്ന് PSC പഠിക്കുന്നത്. അപ്പോൾ എനിക്കൊക്കെ പേഴ്സണലി അത്ര ക്ലോസ് ആയിട്ട് അറിയാം പുള്ളി ഇത്ര എഫേർട്ട് ഇടുന്നുണ്ട് ഇതിനകത്ത്. പുള്ളിയൊക്കെ ഡെയിലി പത്രം വായിച്ചിട്ട് പത്രത്തിൽ നിന്നുള്ള സാധനങ്ങൾ എഴുതി വെക്കണ ഒരു ബുക്കൊക്കെ, മറ്റേ 200 പേജിന്റെ 4 ബുക്കൊക്കെ കഴിഞ്ഞ് അത്രയും സ്വന്തമായിട്ട് കളക്ട് ചെയ്യണ ഡേറ്റകൾ. പിന്നെ പുള്ളി ഈ PSCയുടെ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കുറേ കസിൻസ് PSC എഴുതി ഇപ്പം കുറേ നല്ല പൊസിഷനിൽ ഇരിപ്പുണ്ട്. അവരെല്ലാവർക്കും എന്ന് വെച്ചാൽ ഞാനും മനസ്സിലാക്കുന്നത് ഒരു ടെസ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ ടെക്നിക്കാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ചേട്ടൻ, എൻ്റെ ഒരു കസിൻ ചേട്ടൻ 3 ജോലി മാറി. കാരണം ഇത് കയറും ജോയിൻ ചെയ്യും, അപ്പോഴത്തേക്ക് അടുത്ത ലിസ്റ്റിലുണ്ട്, അതിനകത്ത് കയറുമ്പോൾ ഇത് കളഞ്ഞിട്ട് അതിനകത്ത് പോകും. അങ്ങനെ ഇപ്പം ഞാൻ മറ്റേത് കിട്ടി, അപ്പോൾ കൊണ്ട് LD ക്ലർക്ക് കളഞ്ഞു, അത് കയറി ഇത് കയറി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളി എക്സൈസിൽ കയറി. അത് കഴിഞ്ഞ് ജയിലർ ആയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ LD ക്ലർക്ക് കിട്ടി, അതിൽ കയറി. ഇപ്പം എന്തോ റവന്യൂലോ ഏതോ ഒരു അത് എവിടെയാണെന്ന് അറിയത്തില്ല, എന്തോ അത്യാവശ്യം നല്ലൊരു പൊസിഷന് കിട്ടി. അപ്പോൾ അതിൻ്റെ ബെറ്റർ കിട്ടുമ്പോൾ അങ്ങനെ കയറും. ഈ ചേട്ടനും ഇതുപോലെ ഇപ്പം സപ്ലൈക്ക് പോയില്ല, വേറെ ഏതാണ്ട് 4 ലിസ്റ്റിലുണ്ട്. 5 വർഷം എടുത്ത്. ഇപ്പം എല്ലാവരും ഇങ്ങനെ, എന്നാലും അവൻ ആയിരുന്നു പഠിച്ചവൻ അതിൻ്റെ അകത്ത് എടുത്തപ്പോൾ നേരത്തെ അപ്പം ഇങ്ങനെ എനിക്കറിയായിരുന്നു അവൻ നിങ്ങൾക്കറിയത്തില്ലായിരുന്നു. എൻ്റെ അച്ഛൻ വരെ ആ സാധനമുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അപ്പം പണ്ട് പറഞ്ഞിട്ടുണ്ട് മരിക്കണേന് ഇവൻ രക്ഷപ്പെടും അപ്പം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്കാർക്കൊരു പക്ഷെ അത്രയും എഫേർട്ട് ഇട്ട്
ഒരു ലൈഫിൽ ഏതെങ്കിലും പോയിന്റ് എഫേർട്ട് ഇടണം. ആൾക്കാർ ഒറ്റ മക്കൾ എന്നുള്ള തീരുമാനം എടുക്കണ ഭയങ്കര മോശമാണ്. അതാണ് ഒറ്റ മക്കൾ. എനിക്ക് ഞാനും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറുണ്ട്, ഒറ്റയിൽ ഉണ്ടാക്കുവാണെങ്കിൽ 2 ഉണ്ടാക്കണം. ഒറ്റ ഭയങ്കര പിള്ളേർക്കും ഭയങ്കര ഒരു സിബ്ലിംഗ് ഉള്ള ആക്ച്വലി ഭയങ്കര നല്ലൊരു, അതായത് നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് വീട്ടില് എത്ര പോയാലും അമ്മയുടെ അടുത്ത് അപ്പന്റെ അടുത്തും പറയുന്നതിന് ഒരു പ്രശ്നമുണ്ട്. ഈ ചിലർക്കൊക്കെ സിബ്ലിങ്സ് റിലേഷൻ അത്ര വർക്കൗട്ട്, എനിക്കിപ്പോ പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് സിബ്ലിംഗ് റിലേഷൻഷിപ്പ് അത്ര വർക്കൗട്ട് ആവാത്തതുകൊണ്ട്, സിബ്ലിംഗ് ഉണ്ട് പക്ഷെ അത് ഭയങ്കര വർക്കൗട്ട് ആവാത്തതുകൊണ്ട് അതിന്റെ നെഗറ്റീവാണ്. സിബ്ലിംഗ് വേണ്ട, ഒറ്റ കുട്ടി ആയാൽ നല്ലതാണ്. അത് എല്ലാത്തിനും പ്ലസ് ആൻഡ് മൈനസ് ഉള്ള, അതിന് ചെറിയ മൈനസുകളുണ്ട്. അപ്പൊ ചില കേസിൽ ഇപ്പം ഈ പിള്ളേർ തമ്മിൽ തല്ലി വലിയ പ്രശ്നങ്ങളാവുന്ന കേസ് ഉണ്ടാവും. അടിയുണ്ടായ കൈയൊക്കെ അടിക്കുന്ന അങ്ങനെ ലെവൽ ഓഫ് വഴക്കുണ്ടാകുന്ന ആൾക്കാർ കാണും. പിന്നെ ഒരു പ്രായത്തിലുള്ളത് ഞാൻ പറഞ്ഞില്ല, ആ ഫസ്റ്റ് നമ്മൾ വലിയ കുഴപ്പമില്ല, അവർ മറ്റേ കയറി എന്റെ കുഞ്ഞനിയൻ ആസാൻ. ഇപ്പൊ എന്റെ ചേച്ചി LKG കയറിയ സമയത്താണ് ഞാൻ ജനിക്കണത്. ചേച്ചി സ്കൂളിൽ പോയിട്ടില്ല, കാരണം ചേച്ചിക്ക് എൻ്റെ അടുക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹം കാരണം അവൾ 1 വർഷം കളഞ്ഞിട്ടുണ്ട്. അവളുടെ കരിയറിൽ 1 വർഷം പോയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ് ബമ്പർച്ചേരി ഷെഡ്യൂളിൽ പോകാഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഇങ്ങനെ അളിയനോട് സംസാരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവള് പണ്ട് എനിക്ക് വേണ്ടി 1 വർഷം കളഞ്ഞ, അതുകൊണ്ട് ഞാൻ കൊച്ചായതുകൊണ്ടാണ് ആ ഷെഡ്യൂൾ പോകാഞ്ഞ്. കാരണം ആശുപത്രിയിൽ നിന്ന് കൊച്ചിനെ കൊണ്ടിട്ടില്ല. അപ്പം എനിക്ക് വീട്ടിൽ വന്നപ്പം അന്ന് പിറ്റേ ദിവസം പോകണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിവിടെ വേണം എന്നുള്ള സാധനം കൊണ്ട് കൊച്ചിനെ നോക്കി തന്നെ ഇരിക്കുക, വേറെ ഒന്നും ചെയ്യണില്ല, വീട്ടിൽ ഇരുന്ന് ഇപ്പോൾ കൊച്ചിനെ തന്നെ നോക്കണം. അപ്പം അന്ന് അവള് കാണിച്ച സ്നേഹമുണ്ടല്ലോ. പക്ഷെ അപ്പം എൻ്റെ അനിയൻ എന്നുള്ളൊരു പരിപാടിയുണ്ട്. ഇത് പിന്നൊരു കാലഘട്ടം ആകുമ്പോൾ തമ്മിൽ ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത, എനിക്കിപ്പോഴെ കണ്ടുവിടാനുള്ള സാധനം അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ട്. പിന്നെ ഒരു പോയിന്റിൽ നമ്മൾ ആ സിങ്കാവുന്ന സാധനത്തിലാണ് സംഭവിച്ചിരിക്കണേ. പിന്നെ അവിടുന്ന് നമുക്ക് അവർക്ക് നമ്മൾ മാത്രം. അത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഭാഗമായിട്ട് മനുഷ്യന് പല കാര്യങ്ങളിലും മാറ്റമുണ്ട്. ഇപ്പം പൈസയാണോ ബന്ധമാണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോഴാണ് ഈ പറഞ്ഞ വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പൊ ആൾക്കാർക്ക് പൈസയും സ്വത്തും ഒക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അത് മിക്കവാറും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അല്ലല്ല, അത് ഞാനിപ്പോ എന്റെ കൂട്ടുകാരുടെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ബോണ്ടിങ് ഉണ്ടായിട്ട് ഞാൻ മറ്റേ റീൽ ഓടുമ്പോഴും ഞാൻ ഇപ്പൊ ശരിക്കും അവള് വേറെ ഫാമിലിയാണ്, നമ്മള് വേറെയാണ്. അത് സംസാരം എന്റെ അച്ഛൻ്റെ സിബ്ലിങ്സുമായിട്ടൊക്കെ അടിയാണ്. അന്ന് അതൊരു വീടല്ല, അതൊരു പഞ്ചായത്താണ്. ഒരു 10 ആളെന്നൊക്കെ പറയണത് ഇവര് തമ്മിലെല്ലാം നമ്മൾ ഈ 2 പിള്ളേരുടെ ഇടയിലുള്ള ബോണ്ടല്ല അത്. എന്താന്ന് വെച്ചാൽ മൂത്ത ചേട്ടനെ കാണുന്നത് അച്ഛന്റെ പോലത്തെ ഒരു ഇതാ. ചിലപ്പോ എന്റെ ഒക്കെ ഏജ് ഡിഫറൻസ്, എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനും എൻ്റെ അമ്മയുടെ ഏറ്റവും താഴെയുള്ള അനിയനും ഏകദേശം ഒരേ പ്രായ. ആ സമയത്ത് അമ്മാമ്മ അവസാനത്തെ മോനെ പ്രസവിച്ചേക്കുന്നുണ്ട്. ചേച്ചി, അതായത് മൂത്ത മോളുടെ പ്രസവവും അമ്മാമ്മയുടെ പ്രസവം ഏകദേശം ചെറിയച്ഛനും കുഞ്ഞുമോളും. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് വരുന്നത് അതാ. അതായത് അത്രയും ഭയങ്കര സ്ട്രോങ് ഒരു കണക്ഷൻ അല്ല വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഈ അടി ഉണ്ടാവും. അതുപോലെ നമുക്കിപ്പോ 3 കുട്ടികളാണ് ബെസ്റ്റ് എന്നുള്ള ലെവലിൽ നിർത്താല്ലേ? 2 മിനിമം 2 അല്ല, 2ന്റെ പ്രശ്നം ഞാൻ കാണുന്നത് ഇവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഉള്ളത് നല്ലതാണ് എനിക്ക്. ആ ഒരു സാധനം ട്രയാങ്കിൾ വർക്ക്. സോ 3 ഇല്ല, ഞാൻ ഒറ്റക്കുട്ടി ആയി റിലേഷൻഷിപ്പിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ആ നാച്ചുറൽ ആ ഒരു ട്രസ്റ്റ് സാധനം കുറച്ച് കുറവാണ്. ഷെയറിംഗിന്റെ ഒക്കെ സെൽഫിഷ്നെസ് എന്നല്ല, അവർക്കാണെങ്കിൽ ആ ഒരു ട്രസ്റ്റ് സാധനം അത്ര ഒരു, പിന്നെ പുന്നായിരിക്കും ഈ ഒറ്റ ഒരെണ്ണത്തിന് ഇതെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് അവന്റെ കീറി പോയാലേ എനിക്ക് അടുത്ത കൊല്ലം പുതിയത് മേടിക്കണതിനെ കുറിച്ച് ചിന്തിക്കണുള്ളൂ. അതുപോലെ എല്ലാത്തിലും ഒരു ഷെയർ ചെയ്യാന്നുള്ളൊരു സാധനമൊക്കെ വരുന്നത് അതിലാണ്. അപ്പൊ നല്ലതാ സിബ്ലിങ്സ് ഉള്ളത് നല്ലത് തന്നെ. എന്തുകൊണ്ട് സിബ്ലിങ്സ് ഉള്ളത് നല്ലത്. റയർ കേസസ് ഉണ്ട് ഈ പറഞ്ഞ കല്യാണം. അതിൽ തന്നെ ചേട്ടനുള്ളത് വളരെ നല്ലതാണ്, ചേട്ടൻ അനിയനുള്ളത് വളരെ നല്ലതാണ്, ചേച്ചി ഉള്ളത് നല്ലത്. കുറച്ചുകൂടെ നമ്മള് നമ്മൾ എല്ലാ എപ്പിസോഡും എന്റെ കോസ്റ്റ്യൂം കേട്ടസി മൊത്തം ചേട്ടൻ അനിയനാണ്. അല്ല, പ്രശ്നങ്ങളുണ്ടാവും, 2 പേഴ്സൺസ് തമ്മിൽ എന്തായാലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇറ്റ്സ് ഗുഡ് എന്നുള്ള സാധനമാണ് എനിക്ക് ബേസിക്കലി തോന്നുന്നത്. ഇല്ല, ഒറ്റക്കുട്ടി നല്ലപോലെ വളർന്ന, അങ്ങനെ വളർന്ന ഒറ്റക്കുട്ടികളുണ്ട്. അങ്ങനെ ഒറ്റക്കുട്ടികൾ മോശം എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ സിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഗ്രാൻഡ് പാരൻസ് ഉള്ളത് ഒരു ഭയങ്കര പ്രിവിലേജാണ്. അതായത് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ വളരാൻ പറ്റുന്നത് ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഒരു സാധനമാണ് സിബ്ലിങ്സുമായിട്ടുള്ള ബോണ്ട്. അത് ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അതൊരു സ്പെഷ്യൽ സാധനമാണ്. അതെനിക്ക് ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ നമ്മള്
ഒരു റിലേഷൻഷിപ്പിലായാലും നമ്മൾ ചിലപ്പം നമ്മുടെ സിബ്ലിങ്ങിനോട് സംസാരിക്കണ പോലെ അല്ല നമ്മൾ ചിലപ്പോൾ അത്ര ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും, ഭയങ്കര ബോണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ എനിക്ക് അത് ആ ഒരു സാധനം വേറെ എവിടെയും കിട്ടൂല. ഇപ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞാലോ ദേഷ്യപ്പെട്ടാലോ നമ്മളത് ഇട്ടിട്ട് പോകണില്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ആ ഒരു പിണക്കം അത്ര ഇതായിട്ട് നിൽക്കൂല. കാരണം നമ്മൾ എങ്ങനെ കളിച്ചാലും നമുക്കറിയാം ഇതെന്റെ സ്വന്തം ചേച്ചിയാണല്ലോ, ഇതെന്റെ സ്വന്തം. ആ ഒരു സ്വന്തം എന്നുള്ള സാധനം കല്യാണത്തിൽ പോലും കിട്ടൂല. അത് ഒരിക്കലും ഫ്രണ്ട്സിന്റെ ഇടയിലും ഇപ്പൊ എനിക്കിപ്പോ ഒരു സാധനം സാധനമാകും. എന്തൊരു പ്രശ്നം വന്നാലും അവസാനം എന്റെ ചേച്ചിയുടെ അടുത്ത് പോകാം എന്നുള്ളൊരു സാധനം. ഞാൻ ചേച്ചിയായിട്ട് അത്ര സംസാരിക്കൂല, നമ്മളത്ര അപ്ഡേറ്റഡ് അല്ലെങ്കിലും എന്തൊരു പ്രശ്നം വരുവാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ചേച്ചി ഉണ്ടല്ലോ എന്നുള്ളൊരു സാധനമുണ്ട്. പിന്നെ അവർക്ക് ഒരു പ്രശ്നം വന്നാലും നമുക്ക് നമ്മുടെ പ്രശ്നം പോലെ തന്നെ ശരിക്കും ഉള്ളില് ആ ഒരു ഫീൽ ഇത് വരും. അവന് എനിക്കുള്ള ഒരു പ്രശ്നം അവനും ഫീൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അതായത് എനിക്കുള്ള അതേ ടെൻഷൻ അവനും വരും. പക്ഷേ നിങ്ങൾ ചേട്ടന് റെസ്പോൺസിബിലിറ്റി ഇതും കൂടുമെന്ന് പറയുന്നത് എനിക്ക് ഇപ്പം തോന്നിയ കാര്യം, എൻ്റെ അനിയൻ്റെ കേസിൽ ഒരു പ്രഷർ ഫീൽ വന്നിട്ടുണ്ടായിരിക്കും അവന്. കാരണം ഇക്കമാർ രണ്ടുപേരും പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു, ഇവൻ ഇത്തിരി ഉഴപ്പുന്നുണ്ടോ എന്നുള്ള സാധനം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ടൈമായി വീട്ടിൽ നിന്ന് പോയപ്പോൾ അവൻ ശരിക്കും വീട്ടിൽ ഒറ്റക്കുട്ടി പോലായി. ഒരു വലിയ കാലഘട്ടം. ഇപ്പം നോക്കിയാൽ അവൻ ശരിക്കും വീട്ടിൽ ഒറ്റക്കുട്ടി പോലെയാണ്. ഞാൻ അനാസിക്ക +2 കഴിഞ്ഞപ്പോൾ അനാസിക്ക പുറത്തേക്ക് പോയി, ഞാനും +2 കഴിഞ്ഞപ്പോൾ ഞാനും പുറത്തേക്ക് പോയി. +2 വരെ ഞങ്ങൾ എൻ്റെ വീട്ടിലുള്ളൂ. അപ്പോൾ 13 വയസ്സ് തൊട്ട് അബു ഒറ്റയ്ക്കാണ് വീട്ടിൽ. അബുവിൻ്റെ 13 തൊട്ട്, അതായത് അബുവിൻ്റെ ടീനേജ് തൊട്ട് അബു ഒറ്റയ്ക്ക്. അബുവിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു, കുറച്ച് ഫ്രീഡം കിട്ടിയിട്ടുണ്ടാവും. ഇല്ല, പക്ഷെ വേറെ പ്രശ്നമാണ് ആ ഫ്രീഡത്തിനെ റെസ്ട്രിക്ട് ചെയ്യാൻ. അതായത് ഞങ്ങൾ ആ ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് അപ്പനും അമ്മയും ഒരുമിച്ചായിരുന്നു കണ്ടു, ചേട്ടനും അനിയനും ഒരുപോലെ പോകുന്നത്. ഇവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യുമ്പം അതൊരു വഴക്കുണ്ടായിരുന്നു അവന്. അപ്പോൾ അവനോട് പരാതി പറയുന്നത്, നിങ്ങളൊന്നും വഴക്ക് പറയത്തില്ല അത്തായ, എന്നെ വഴക്ക് പറയുന്നൊക്കെ പറഞ്ഞാൽ അവനോട് കരഞ്ഞിട്ടൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഫോൺ വിളിച്ച് അവൻ പരാതി എന്നോടാണ് പറയുന്നത്. അപ്പോൾ അവൻ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്രശ്നം എനിക്ക് വന്നപ്പോൾ ഇവർ ഈ പുന്നാരിക്കൽ കൂടുന്നവർ തന്നെ നമ്മൾ ഈ പിടിക്കുന്നതും കൂടും ചിലപ്പോൾ ഒറ്റയ്ക്ക് ആവുകയാണെങ്കിൽ. സോ ഈ ഒറ്റക്കിട്ട് റെസ്പോൺസിബിലിറ്റി അവൻ്റെ തലയിൽ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഇപ്പം ഞാൻ ആണെങ്കിൽ എനിക്ക് സിബ്ലിംഗ് ഇപ്പൊ ചേച്ചി അനിയനുമാണ് ആ ഒരു സാധനമുണ്ട്. പിന്നെ പ്രോപ്പർ ഒറ്റ മോനാവും. എന്റെ ചേച്ചി കല്യാണം കഴിച്ചു പോയ പിന്നെ ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇപ്പൊ സിംഗിൾ ചൈൽഡ് ആയ പോലെയാണ്. പക്ഷെ ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അച്ഛനോട് അമ്മയോടൊന്ന് പറ, നിന്നെ കെട്ടിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. തെറ്റിദ്ധാരണൊക്കെ പടി അത് കൊള്ളാം. അല്ല പക്ഷെ അത് എന്താ എനിക്കിപ്പോ അവരെ അങ്ങനെ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കണ്ടെന്ന് തോന്നാറുണ്ട്. കാരണം വേറെ ആള് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യമുള്ളപ്പോ പുറത്തൊരു കല്യാണം, പല കല്യാണങ്ങൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന നല്ല വീട് എനിക്ക് സമാധാനത്തിന്റെ ഒരു ഇതെന്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലത്തെ ഒരു സാധനം. അവനൊരു സംഭവം ഉണ്ട്, അവൻ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ അത് ഏറ്റവും ഉത്തമമായതും നല്ലതുമായി മനുഷ്യരാശിയിൽ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവന്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഉപദേശിക്കും, എടാ കല്യാണം കഴിക്കണം. അവന്റെ കല്യാണം കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിക്കണം, എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, എനിക്ക് 2 ദിവസം അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അങ്ങനെ എനിക്കിന്നും മാറി നിൽക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നൊക്കെ. ആള് നോർമലായിരിക്കുമ്പോ അവന്റെ കല്യാണം നടന്നിട്ടില്ല, അവൻ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവൻ അടിച്ചു വിടാ, അങ്ങനെ വേണം ചെയ്യാൻ. അപ്പൊ ഇവൻ ശരിയാടാ ശരിയാ, പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ ആദ്യമൊക്കെ ഇവൻ ഇങ്ങനെ ഉണ്ടോ പറഞ്ഞോണ്ടിരിക്കണേ നോർമലായിരിക്കുന്ന സമയത്ത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2-3 അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ ഇതുണ്ട്. ആ സമയത്ത് ചിലപ്പോ ഇവന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയി ആയിരിക്കും. അപ്പൊ അടിച്ച് ഫിറ്റായിരിക്കുന്ന സമയത്ത് ഇവന് വിളിച്ചിട്ട് പറയാം, അതായത് നമ്മളിങ്ങനെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, കല്യാണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഭാര്യ നമ്മളെ 3 ദിവസത്തേക്ക് ചിലപ്പോൾ അവരുടെ വീട്ടിലേക്കൊക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മുറി ഇതൊക്കെ എൻ്റെ മാത്രമാണ്. കല്യാണം കഴിക്കരുത്. അതായത് ലോങ് ടൈം 24/7 ഷെയറിങ് ഭയങ്കര പാടാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വരുമ്പോൾ സമാധാനം എത്തത്തില്ല. ഓക്കെ, ഇത് എൻ്റെ പേഴ്സണൽ സ്പേസ്, എനിക്ക് വേറെ ആരും അതിന് കണക്ക് പറയണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. സോ ഞാൻ കല്യാണം കഴിക്കുന്ന റീസൺസ് വന്നതാണ്. കല്യാണം എന്നുള്ള സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് നമ്മൾ ഒരാളെ വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക്. ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചാൽ മറ്റവരുടെ വീട്ടിലേക്ക്. അതൊരു ലോങ് ടൈം 24/7 ശരിക്കും ജോൺജോയുടെ റിലേഷൻഷിപ്പ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പോണതിന്റെ കാര്യം നമ്മളിതൊക്കെ രണ്ടുപേരുടെയും ബ്രീത്തിങ് സ്പേസ് കിടിലാണ്. രണ്ടുപേരും 2 സ്ഥലത്താണ് നിൽക്കുന്നത്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യണല്ലോ. അപ്പൊ ഭയങ്കര അടിപൊളിയായിരിക്കും. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പ്രശ്നം ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് അല്ല,
ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പാണ്. അത് നിങ്ങൾ ഒരു വീട്ടിൽ 3 കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ചിന്തിക്കുന്നത് ആലോചിച്ച് നോക്കി. അല്ലാതെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ ഭയങ്കര അലമ്പായിരിക്കും. ഇപ്പൊ ഇവർക്കത് കളർഫുൾ ആയിട്ട് പോകണത് കൊണ്ടാണ് ഭയങ്കര റിലേറ്റബിൾ അല്ലേ. അതാണ് ആ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വീട്ടിൽ. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇത് ടൈം വന്നിട്ടുണ്ടല്ലോ, ലിവിങ് ടുഗദർ എന്ന് പറയണ പോലെ ലിവിങ് അതായത് കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുക. ഏറ്റവും നല്ലത്. ഈ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല, കാണുമ്പോ ഫീലാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ കല്യാണം അങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കാം. ഇപ്പൊ സിബ്ലിംഗ് ബന്ധം അത് തന്നെയാണ്. നിങ്ങൾ സിബ്ലിങ്ങിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ ഇങ്ങോട്ടാണ് പോണെന്നൊന്നും പറയണില്ല. അവര് എന്റെ ചേച്ചി വിളിച്ചത് ഞാൻ എടുക്കാറുമില്ല. ഞാൻ ഒരു ദിവസം എനിക്കിങ്ങനെ കുറ്റബോധം അടിച്ച് പണ്ടാറടങ്ങിയിട്ട് ഞാൻ വാട്സാപ്പിലുള്ള ചാറ്റ് പിൻ ചെയ്ത് വെച്ച്, എന്നിട്ട് ഇപ്പൊ പിൻ ചെയ്ത് വെച്ചിട്ട് മറ്റേ ഗ്രീൻ കത്തി കിടക്കും ഓപ്പൺ ആക്കാതെ. എന്നിട്ട് ഞാൻ ഓപ്പൺ ആക്കില്ല. എന്റെ മറ്റേ പാർട്ണർ കൊണ്ടുവരുന്ന സമയങ്ങളിൽ പറയാറുള്ള ഏറ്റവും വലിയ പരാതി ഞാൻ വിളിച്ചാൽ എടുക്കാറില്ല എന്നുള്ള. ഞാൻ ആര് വിളിച്ചാലും എടുക്കാറില്ല. എനിക്ക് തോന്നണം അത് അഹങ്കാരമായിട്ട് പറഞ്ഞല്ല. എനിക്ക് ചിലപ്പോൾ അത് മോശം മൂടാണ്, എനിക്കിപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ആ ഒരു മൂടാണ്. ഞാൻ ചിലപ്പോൾ എടുക്കൂല. പരിചയത്തിന്റെ നമ്പർ ഞാൻ അവർക്ക് ആവശ്യമുള്ള അങ്ങനെ ചിലപ്പോൾ ഒന്നുകൂടെ വിളിക്കും, അപ്പോൾ എടുക്കാം എന്ന് വിചാരിക്കും. അറിയത് അങ്ങോട്ട് വിളിച്ച് എനിക്ക് ഓരോ കോൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത് എന്തോ ഒരു വള്ളിയാണ്, ഇത് അറ്റൻഡ് ചെയ്യണ്ട, ഇത് ചെയ്താൽ എന്തെങ്കിലും. കാരണം എനിക്ക് ആ പ്രശ്നം നോ പറയാൻ പറ്റാത്തതിന്റെ വിഷയങ്ങളായി. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനെ വിളിക്കണം എന്നുള്ള സാധനം എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ആരെയും അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പൊ എന്നെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു സാധനം. അപ്പൊ ഇവരെന്തോ ആവശ്യത്തിനാണ് വിളിക്കണം, അപ്പൊ എനിക്കിത് നോ പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എടുക്കാതിരിക്കാം എന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന അല്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അതിന് റിപ്ലൈ അടിക്കാമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചിട്ട് പറയാമല്ലോ. ചിലരിങ്ങനെ പഴുതടച്ച് സംസാരിച്ച് നമ്മൾ ഉപയോഗിക്കണമെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം അപ്പോൾ ചേച്ചി വിളിക്കണത് വേറെ ആംഗിളാണ്. വെറുതെ സംസാരിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ പൈസയുടെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള നമ്മുടെ കടത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ സാധനങ്ങളൊക്കെ ആയിരിക്കും സംസാരിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ എനിക്കതല്ല, ഇതെല്ലാം എൻ്റെ തലയിലുള്ള കാര്യങ്ങൾ, എനിക്കിതൊക്കെ അറിയാം. എന്നോട് ഇത് വേറെ ആൾ പറയേണ്ട ആവശ്യമില്ല. അത് പറയുമ്പോഴാണ് എനിക്കത് വേറൊരു പുറത്തുനിന്നുള്ളൊരു ബാധ്യതയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇവള് ചിലപ്പോൾ ഞാനത് സംസാരിക്കാനല്ലല്ലോ വിളിക്കണേ, അത് സംസാരിക്കാൻ വിളിച്ചെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ വിഷയം ചെയ്തത്. ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് പറയുന്നത്, നീ ഇത് നിനക്ക് കറങ്ങി തിരിഞ്ഞ് ഇതേ പറയാനുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട്. എൻ്റെ ചേച്ചിയുടെ ഒരു പ്രശ്നമാണ്, ഇവിടെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യൂല, ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യത്തുള്ളൂ. കാരണം കല്യാണം കഴിപ്പിച്ച് വിട്ടാലും ഇവള് ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തോരം നല്ല മൊമെന്റ്സ് ഇവരുടെ ഇതിൽ ഉണ്ടാവണുണ്ട്. ഇവളത് ഷെയർ ചെയ്യില്ല, പറയുമ്പോൾ കുറ്റം മാത്രം. അപ്പം നമ്മൾ ഓർക്കും ഇവള് ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടി ജീവിക്കണം ഇവളാന്ന് തോന്നുന്നു. നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനും ഇല്ല, വെറുതെ ഇവർക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം എനിക്കത് എൻ്റെയും കൂടെ നമ്മുടെ സമാധാനം കളയണ കേസുണ്ട്. ഇതിപ്പോൾ വേറൊരാൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഇവനെന്തെന്ന് അറിയാം, ഇവനിത് കേൾക്കാൻ മേലെന്ന് തോന്നുന്നു. ഇത് എൻ്റെ ചേച്ചിയോട് സംസാരിക്കുമ്പോഴത് മനസ്സിലാകത്തുണ്ട്. അല്ല ശരിക്കും അവർക്കൊരു വെന്റ് ഔട്ടിന് വേണ്ടിയാ, മറ്റേത് അവർ ഹാപ്പി ആണല്ലോടാ. അപ്പൊ പക്ഷെ ഇതൊരു സപ്പോർട്ട് വെന്റ് ഔട്ട് സിസ്റ്റം പോലെയാണ്. ആരോടെങ്കിലും പറഞ്ഞാൽ പകുതി സമാധാനം പല കാര്യങ്ങളും. അപ്പൊ നിനക്ക് പറ്റുവാണെങ്കിൽ മഹാദേവ് പറ്റുവാണെങ്കിൽ ആ കോളുകൾ ഞാൻ മറ്റേ FM-ലെ RJ മോഡിലേക്ക് മഹാദേവ് പറ്റുകയാണെങ്കിൽ അല്ല ഞാൻ പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാന്ത്വനമാവാൻ പറ്റുക അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അത് സ്വന്തം ചേച്ചിയുടെ കാര്യത്തിൽ നീ അത് ഇഗ്നോർ ചെയ്തത് വളരെ മോശം. ഇഗ്നോർ ചെയ്യാറില്ല നമ്മള്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ചേച്ചിയും കൊച്ചുകൂടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം ഞാനിപ്പോൾ നിങ്ങളോടുള്ള അങ്ങനെയല്ല, ഞാൻ എവിടെയാണോ ഇരിക്കണം ഞാൻ അവിടെയാണ് ഫുള്ളി. അപ്പം എനിക്ക് അതിനിടയിൽ വേറെ ഇത് ചെയ്യാൻ തോന്നും. ഇപ്പം നിങ്ങളോട് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചാൽ തന്നെ ഞാൻ ചിലപ്പം അങ്ങനെ എടുക്കാറില്ല. എനിക്കെന്തോ ആ മൊമെന്റ് അവിടെ ഇരിക്കണം എന്നുള്ള സാധനം. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിളിച്ചാലും ചിലപ്പോൾ എടുക്കാറില്ല, കാരണം ഞാൻ അവിടെ കംപ്ലീറ്റ്ലി എനിക്കത് ആ ഒരു സാധനം അതെന്നെ ആൾക്കാർ മനസ്സിലാക്കാറില്ല, എനിക്കത് അറിയത്തില്ല. ഇതിന്റെ വേറൊരു പോയിന്റ്, അതായത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ എപ്പോഴും വിളിച്ച് സംസാരിച്ചില്ലെങ്കിലും ഏത് മൊമെന്റിലാണെങ്കിൽ അത് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ പോകാൻ പറ്റുന്ന ഭയങ്കര സംഭവം. അതിൽ കുറ്റമൊന്നും പറയരുത്. കാരണം ഞാനും ഇങ്ങനെ മറ്റേ ഇതേപോലെ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ആണ്. ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി ഓർക്കൂല. പക്ഷെ കാണുമ്പോ ആ ഒരു വൈബ്, ആ ഒരു സ്നേഹം വേണം. പക്ഷെ ഓർക്കൂലെന്നല്ല, നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ നമ്മൾ ആ ഒരു. പക്ഷെ നമ്മളിങ്ങനെ എനിക്കറിയത്തില്ല, അതാണ് റിലേഷൻഷിപ്പുകളിൽ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇൻസെക്യൂരിറ്റി ഭയങ്കര. മറ്റേ സിബ്ലിംഗ്സിന്റെ കേസ്, ഇവൻ എന്റെ അനിയൻ അല്ലാതെ ആവുന്നില്ല ഒരു സമയത്ത്, ഇല്ല ചേച്ചി അല്ലാതെ ആവുന്നില്ല എന്തായാലും.
പക്ഷെ ഇത് അങ്ങനല്ല, ഇത് എന്റേതല്ലാതായി ഫ്രണ്ട്ഷിപ്പിലും ഇല്ല പ്രശ്നം. സത്യ ഇവൻ എന്റെ ഫ്രണ്ട് അല്ലാണ്ടാവണില്ല അവിടെ. ഈ ഒരു എക്സ്ക്ലൂസിവിറ്റി സാധനം വരുന്നതാണ് പ്രശ്നം. റിലേഷൻഷിപ്പിന് മാത്രമേ അത് വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ സംസാരിക്കുന്നില്ലെങ്കിൽ വേറെ ആരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം. ഞാൻ എന്റെ ചേച്ചി വിളിച്ചാൽ തന്നെ എടുക്കില്ല, ഞാൻ എന്റെ ചേച്ചിയുടെ മെസ്സേജ് ഓപ്പൺ ആക്കില്ല. ഞാൻ എന്നിട്ട് ഇത്ര സംസാരിക്കണം നിന്നോടാണെന്നുള്ള സാധനം പറയുമ്പോൾ അവർ പറഞ്ഞു ആ ഓക്കെ. അപ്പൊ ഞാൻ അവിടെ തന്നെ ഓക്കെ, അപ്പൊ നീ പറയണത് നീ ഒരു മൈരനാണ് അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്റെ ചേച്ചിക്ക് വരാതില്ല, അതാണ് ചേച്ചിമാരുടെ. അതെ, ആ ഒരു സ്നേഹം ഭയങ്കര സംഭവമാണ്. സിബ്ലിങ്സിനെ സ്നേഹിക്കുക, സിബ്ലിങ്സിനെ സ്നേഹിക്കണ്ട, അതവിടെ ഉണ്ടായിക്കോളും. അത് ഇത്തരം വർഷങ്ങളായിട്ട് ഉണ്ടായി വന്ന സ്നേഹമാണല്ലോ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് കൂട്ടും. അത് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഒഴിവാക്കാതിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞപ്പോ ചേച്ചി കൊച്ചൂടെ വീട്ടിലുള്ളതുകൊണ്ട് ആ സാധനം തിരിച്ചു വന്നിട്ടുണ്ട്. പണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ പോയി കട്ട് ചെയ്താ പുള്ളിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. നമ്മള് വൈകിട്ട് പറയുന്ന 5 മിനിറ്റ് മുന്നേ പുള്ളി കട്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം വിഷ്ണുദത്തയുടെ എപ്പിസോഡിൽ ഞാൻ ഇരുന്ന് എന്നെ ഹൃദയസ്പർശിയായിട്ട് ഞാൻ ഭയങ്കര ജെന്യുവിൻ ആയിട്ടിരുന്നിട്ട് ഒരു വൈകിട്ട് പറഞ്ഞു പുള്ളിയോട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ പേഴ്സണലി പറയാനിരുന്ന പക്ഷെ ഇതാണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ നമ്മൾ ഭയങ്കര ഐ കോണ്ടാക്റ്റിലൊക്കെ ഇരുന്ന് ഭയങ്കര ടച്ചില് ഇങ്ങനെ അല്ല എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പൊ ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കണില്ല കേട്ടോ, കാരണം നമ്മൾ അത്രയും ഇതിൽ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവരുടെ മുഖമൊക്കെ മാറണുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ജയ്ബ്രോ ഇതിലിങ്ങനെ നടന്നൊക്കെ പോണു. ഇത് ക്യാമറ വരൂലേ, അപ്പൊ പുള്ളി അത് കട്ട് ചെയ്ത് ടച്ച് വിരിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇവര് പറഞ്ഞു, അപ്പോഴത്തേക്ക് റിഞ്ച് പറഞ്ഞു എനിക്ക് നേരത്തെ മനസ്സിലായിട്ടാ, പിന്നെ നീ പറഞ്ഞ ഫ്ലോ കളയണില്ല നിർത്തുന്നുണ്ടാകുക. അങ്ങനത്തെ പല കാര്യങ്ങളാണ് വിട്ടോക്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ കട്ട് പ്രോപ്പർ ആയിട്ട് പറയാണ്. ഞങ്ങൾ 4 പേരും നിങ്ങളുടെ ആഗ്രഹപ്രകാരം വീണ്ടും ഒന്നിച്ചു വന്നിരിക്കുക. പക്ഷെ ഇനി ഞങ്ങൾ പോകും, പല വഴിക്ക് പോകും, വീണ്ടും തിരിച്ചു വരും. കാരണം ഞങ്ങൾ സിബ്ലിങ്സ് ബോണ്ട് ഉള്ളവരാണ്. എവിടുന്ന് പോയാലും അവിടുന്ന് വീണ്ടും നമ്മൾ പഴയ പോലെ തുടങ്ങും. സോ ഇത് 60 എപ്പിസോഡാണ്. ഇതൊരു മൈൽ സ്റ്റോൺ എപ്പിസോഡാണ്. കാരണം 10-25 എപ്പിസോഡായിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് 4-4 പേര് ഒരുമിച്ച് പിന്നെ വന്നത് ഇപ്പോഴാണ് തോന്നുന്നു. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എണ്ണം സബ്സ്ക്രൈബ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുക. അതെ, ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇത് വളരെ നല്ലൊരു പരിപാടിയാണ്. നിങ്ങളുടെ ഫ്രീ ടൈം, നിങ്ങളുടെ യാത്രാവേളകൾ ഇതൊക്കെ ആനന്ദകരമാക്കാൻ വിറ്റ് ടോക്സ് കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലവ് യു ഗൈസ്.